ശകലാകമാംശലഭത്തിലും സന്തതം ഭരതാരിയും ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. MFIയുടെ ഡയറക്ടർ കൂടിയാണ്. 3 വർഷം MFIയുടെ അല്ലെങ്കിൽ PSFന്റെ സെക്രട്ടറി ജനറലായിട്ട് 3 വർഷം പ്രവർത്തിച്ചു. വീണ്ടും റീഇലക്റ്റായി അദ്ദേഹം അടുത്ത 3 വർഷത്തെ ടേമും കൂടി സെക്രട്ടറിയായി നമ്മുടെ കൂടെയുണ്ട്. വളരെ ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയാണ്. യൂണിഫോം ഇട്ട് 100 കുട്ടികളെങ്കിലും ഇവിടെ നിന്ന് ജീവിതത്തിൽ വിജയിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ്. അതിനുവേണ്ടി അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇന്നേ ദിവസം ഈ ചടങ്ങിന് സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് PSFന്റെ സെക്രട്ടറി ജനറൽ ശ്രീ MC കുട്ടിച്ചൻ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് ബൈജു ജോർജ് അവരുടെ, അതുപോലെ വാർഡ് മെമ്പർമാരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രാജു ജോസഫ്, അതുപോലെ ബാബു KV, ഇനി ഇന്നിവിടെ എത്താമെന്ന് നമ്മുടെ ഉദ്ഘാടന പരിപാടി ഊഷ്മളമാക്കി തീർക്കാൻ ഇവിടെ എത്താമെന്ന് ഏറ്റിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ, അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തും പ്രതീക്ഷിക്കുന്നു. നമ്മൾ കുറച്ചു നേരം കാത്തിരിക്കുന്നു. കോറയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം വൈകുന്നു അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മളോട് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ആശംസകളൊക്കെ നടക്കട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ് അവരുടെ, നമ്മുടെ ട്രഷറർ സുജീഷ്, പിന്നെ നമ്മുടെ ഇതിന്റെ മാരത്തോൺ ടീം, അതുപോലെ നമ്മുടെ ഇതിന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഡെന്നി ജോസഫ് അവരുടെ, പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ മെമ്പർമാരെ, അതുപോലെ തന്നെ നമ്മളോട് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യത്തിലും നമ്മളോട് കൂടി ചേർന്ന് നിൽക്കുന്ന മറ്റ് വിവിധ ക്ലബ്ബുകൾ എത്തിച്ചേർന്നിട്ടുള്ള ക്ലബ്ബുകളുടെ പ്രതിനിധികളെ, അതുപോലെ പോലീസ് കൂട്ടായ്മയുടെ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 2022 പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ നിലവിൽ വരുന്നത്. 2022 സെപ്റ്റംബർ മാസത്തിലാണ്. അതിന് മുന്നോടിയായിട്ട് വളരെയധികം ആലോചനകൾ നടത്തി നമ്മുടെ ഈ പ്രദേശത്ത് നല്ലൊരു ജീവനുള്ള ഒരു ഫൗണ്ടേഷൻ, സ്പോർട്സിനെ സ്നേഹിക്കാനും സ്പോർട്സിന്റെ കൾച്ചർ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാമായി ഒരു ക്ലബ്ബ് വേണമെന്ന് അതിയായി ആഗ്രഹിച്ചത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ തന്നെ ആദ്യത്തെ മെമ്പർമാരിൽ ആദ്യം 10 ഫൗണ്ടർ മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അതിലെ സെബാസ്റ്റ്യൻ ജോർജ് അവരുകളാണ്. അതിനൊരുപാട് അദ്ദേഹം അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഞങ്ങളെ 10 പേരെ വിളിച്ച് ഇതിനെക്കുറിച്ച് സംസാരിച്ച് നമുക്കിങ്ങനെ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ ഇവിടെ വേണമെന്ന് ആലോചിക്കുകയൊക്കെ ചെയ്തത്. പിന്നീട് ഞങ്ങളൊരു 10 മെമ്പർമാരെ കൂടി എടുത്തു. അതിനുശേഷം വീണ്ടും ഒരു 10 മെമ്പർമാർ വന്നു. അതിന് മുമ്പ് 30 ഇപ്പോൾ ഒരു 24 പേരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആകെ 54 മെമ്പർമാരാണ് സ്പോർട്സ് ഫൗണ്ടേഷൻ ഉള്ളത്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കേണ്ട കാര്യമില്ല. ഡെന്നി സാർ വളരെ ധാരാളമായി പറഞ്ഞു. ഒരു മാരത്തോൺ നടത്തുക എന്ന് മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഈ പ്രദേശത്ത് സ്പോർട്സിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലബ്ബുകളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ പ്രോഗ്രാമുകളും മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്നത്തെ മീറ്റിംഗിലേക്ക് അടുത്തുള്ള എല്ലാ ക്ലബ്ബുകളിലേക്കും ലെറ്റർ കൊടുത്തു. അതുപോലെ നമ്മളെ ക്ഷണിച്ചു, നേരിട്ട് കണ്ടു, സംസാരിച്ചു. പക്ഷെ പലരും തിരക്കിലായതിനാലാണ് പലരും ഇവിടെ എത്താൻ വൈകുന്നത്. പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്തു പോകേണ്ടതുണ്ട്. നമ്മൾ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മുടെ
നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വിമ്മിംഗ് ഒരു ഭാഗത്തുണ്ട്, ആർച്ചറി ഉണ്ട്, അതുപോലെ ഇവിടെ വോളിബോൾ കോച്ചിങ് ഉണ്ട്, ഇൻഡുറൻസ് ബോഡിംഗ് ഫൈറ്റേഴ്സ് ഇൻഡുറൻസ് ഉണ്ട്. ഇതിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്നവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. മറ്റ് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ക്ലബ്ബുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഒരു സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒളിമ്പിക്സും അതുപോലെ തന്നെ ഏഷ്യാഡൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം പേപ്പർ എടുത്ത് നോക്കും ഇന്ത്യക്ക് എത്ര മെഡലുണ്ട്. ഇവിടെ ധാരാളം സ്പോർട്സിന് സംഘടനകൾ, അതുപോലെ തന്നെ അസോസിയേഷനുകൾ എന്ന് വേണ്ട നമ്മൾ സർക്കാർ ചെലവിൽ ധാരാളം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരൊന്നുമല്ല. ഈ സ്പോർട്സിന്റെ അസോസിയേഷനോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ അല്ല. ശരിക്കും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നമ്മുടെ വോളിബോൾ കോച്ചിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തും ഇതുപോലെ പല പ്രോഗ്രാമുകളും സ്പോർട്സിൽ നടക്കുന്നുണ്ട്. സാധാരണ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഇവിടെ പറയുകയാണെങ്കിൽ നമുക്കൊരു സെബാസ്റ്റ്യൻ കോച്ചാണ്, അപ്പ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹത്തെ സഹായിക്കാൻ ബെന്നിയുണ്ട്, പോളേവനുണ്ട്, ബിനു ഉണ്ട്. അതുപോലെ അത്ലറ്റിക്സിൽ നമ്മുടെ ജോമോൺ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, ആർച്ചറിക്ക് ക്യാമ്പ് നടക്കുന്നു, തങ്കച്ചന്റെ ഗ്രൂപ്പിൽ അവിടെയും കുറെ ഐറ്റംസ്, ലങ്കാടി പോലുള്ള ഐറ്റംസിന് കോച്ചിങ് കൊടുക്കുന്നു. അങ്ങനെ നിരവധി ആൾക്കാർ ഈ താഴേക്കടയിലെ ഇവരാണ് ശരിക്കും സ്പോർട്സിനെ വളർത്തുന്നത്. അല്ല ഇവിടുത്തെ സ്പോർട്സ് കൗൺസിലോ സ്പോർട്സ് അസോസിയേഷനോ ഒന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ശ്രീജയൻ ഗുരുക്കൾ ക്ലബിൽ കളരിപ്പയറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി അയോധനകല ഉൾപ്പെടെയുള്ള പലതും നടക്കുന്നത്. അതുപോലെ നമ്മുടെ പാസിലാണെങ്കിൽ ഷട്ടിലിന്റെ നല്ലൊരു കോച്ചിങ് നടക്കുന്നു, അവിടെ കരാട്ടെ ക്ലാസ് നടക്കുന്നു. ഇതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇപ്പൊ നമ്മള് എല്ലാവർക്കും സംശയമുണ്ട്. ഈ ആദ്യം തന്നെ നമ്മളൊരു 700 പേരായിരുന്നു ആദ്യത്തെ മാരത്തോണിൽ പങ്കെടുത്തത്. പിന്നീട് 1000 ആയി, 1500 ആയി, 2000 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാനൊക്കെ പെൻഷനായിട്ട് ഈ പേരാവൂർ മാരത്തോണിൽ പങ്കെടുക്കാൻ വേണ്ടി 2018 വരുന്നത്. അപ്പൊ പലർക്കും സംശയമായിരുന്നു, ഇങ്ങനെ 5000 പേരെയൊക്കെ അല്ലെങ്കിൽ 3000 പേരെയൊക്കെ ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. പലരും അത് നമ്മുടെ ടൗണിന് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചി ഗ്രാമത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പലരും സംസാരിച്ചു. പക്ഷെ ഞാനൊന്ന് ഉറപ്പിച്ച് പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു 3000 ആളെയൊക്കെ പങ്കെടുപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് സാധിക്കും. നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഇപ്പൊ 54 മെമ്പർമാര് ഞങ്ങളെ ഈ സ്പോർട്സ് ഫൗണ്ടേഷനിലുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ക്ലബ്ബുകൾ. അപ്പൊ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 5300 ആൾ പങ്കെടുത്തെങ്കിൽ ഈ പ്രാവശ്യം 7500 മുതൽ 10000 ആളുകൾ വരെ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇപ്പോഴും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, 10000 ആളെ നമുക്ക് ഓടിക്കാൻ കഴിയുമോ, അതിനുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന സംഭവമാണോ? ഇത്രയധികം ആളുകൾ കൂടി ഇരിക്കുന്നുണ്ട്, നല്ല പ്രൊഫഷണൽ കർമ്മതരമായ ധാരാളം ആളുകൾ കൂടി ഇരിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു ക്ലബ്ബുകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഓടിച്ചു കൂടാത്തത്? 7000 ആളുകളാണ് കൊച്ചി മാരത്തോൺ. അതാണ് കേരളത്തിലെ ഒന്നാമത്തെ വലിയ മാരത്തോൺ. ഇന്ന് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് പേരാവൂർ മാരത്തോൺ. അപ്പൊ അത് 10000-ൽ എത്തിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ഒന്നിച്ചു നിന്നാൽ സാധിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇതിന്റെ സെക്രട്ടറിയെ ഞാൻ തീർത്ത് പറയുന്നു, 10000 ആളുടെ ഒരു മാരത്തോൺ നമുക്ക് നടത്താൻ സാധിക്കും. അതിന് റിസ്ക് ഉണ്ട്. റിസ്ക് എടുക്കാതൊന്നും ആരും ഒന്നും ആയിട്ടില്ല. ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം, അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. അപ്പൊ 10000 ആൾ ഓടുമ്പോൾ ഒരു 5 ആൾ ഉണ്ട് വീണു, അല്ലെ 2 ആൾ ഉണ്ട് വീണു വെച്ചാൽ നമുക്കത് പിന്മാറാൻ പറ്റുമോ? അതിന് നമുക്ക് പിന്മാറാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ, ഇത് വിജയിപ്പിക്കണമെങ്കിൽ എല്ലാവരുടെയും ഉത്തരവാദിത്വം വേണം, കൂട്ടായ്മ വേണം. അതാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത്. പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പൊ തുടക്കം മാത്രമാണ്, ഇത് ഇവിടെ ലോഞ്ചിങ് ആണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ പറയാണ്, 1000 രജിസ്ട്രേഷൻ ഈ തുടക്കത്തിൽ തന്നെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 1000 രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞു. നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടാവും, എനിക്ക് സംശയമില്ല. കാരണം എന്റെ കയ്യിൽ ശക്തമായ രേഖകളുണ്ട്. 1000 ആളായി കഴിഞ്ഞു. ധൈര്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന പലർക്കും സംശയമായിരിക്കും. കാരണം ഞാൻ ഈ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി നേരത്തെ പോയ സ്ഥലങ്ങളിൽ നമ്മുടെ മെമ്പർമാർക്കെല്ലാം നേരത്തെ ഫോം കൊടുത്തപ്പോൾ പലരെയും കണ്ട് സംസാരിച്ചു. ഏകദേശം എത്ര ആയിട്ടുണ്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് കിട്ടുന്ന രജിസ്ട്രേഷൻ, കിട്ടിയ രജിസ്ട്രേഷൻ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ടാണ് ഞാൻ പറയുന്നത് 1000 രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞു. ഇന്ന് തുടക്കത്തിൽ 1000 രജിസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ ഇനി ഡിസംബർ 27-ലേക്ക് എത്രയോ ദിവസങ്ങൾ കിടക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് 10000 പേരുടെ ഒരു മാരത്തോൺ, ഒരു ഇവന്റ്, മെഗാ ഇവന്റ് നടത്താൻ സാധിക്കാത്തത്? ഒരു സംശയം വേണ്ട, ഈ പ്രാവശ്യം 10000 ആൾ ഓടും. ഇനി ആരതിനെ വിറകുതടി ആയാലും നമ്മളും അതായിട്ട് മുമ്പോട്ട് പോകും, ശക്തമായി പ്രവർത്തിക്കും. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ മെയിനായിട്ട് സെക്രട്ടറി നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതിൽ യാതൊരു സംശയത്തിന്റെയും പിന്നെ
ഒരുക്കങ്ങൾ, അറേഞ്ച്മെന്റ്സ്, കമ്മിറ്റികൾ, സബ് കമ്മിറ്റികൾ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പോലീസിലൊക്കെ സ്റ്റേറ്റ് മീറ്റ് വരുമ്പോൾ ഒരു ക്ലിനിക്കൊക്കെ വിളിക്കുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേറ്റ് മീറ്റ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കായിക മാമാക്കാണ്. കേരള പോലീസിൽ സ്റ്റേറ്റ് മീറ്റ് കണ്ടവർക്കറിയാം. അതിന്റെ ഓപ്പണിംഗ് സെറമണി, അതിന്റെ ക്ലോസിംഗ് സെറമണി, അതിന്റെ മാർച്ച് പാസ്റ്റ് ഒക്കെ കാണേണ്ടത് തന്നെയാണ്. ചിലപ്പോൾ ഗവർണറൊക്കെ ആയിരിക്കും അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്, അതിന്റെ തുടക്കക്കാരൻ അതിന്റെ സെറമണി ഓപ്പൺ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ കണ്ട് പരിചയമുള്ള എനിക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റും, ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. 10,000 ആൾ ഓടിക്കാറുള്ളത്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഒറ്റയ്ക്ക് എനിക്ക് ചിലപ്പോൾ സാധിക്കില്ല. നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഈ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ കൂടെ മറ്റ് ക്ലബ്ബുകളെല്ലാം ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് നടപ്പിലാക്കാൻ, നല്ല രീതിയിൽ ഈ മാരത്തോൺ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. ധാരാളം ആൾക്കാരോട് സംസാരിക്കാനുണ്ട്. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കിന്ന് ഇവിടുത്തെ ഈ ലോഞ്ചിങ് നടത്താമെന്നേറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട പേരാവൂർ MLA സണ്ണി ജോസഫ് അവറുകളായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് VP തങ്കച്ചന്റെ മരണം കാരണം അതിനോടനുബന്ധിച്ചുള്ള തുടർന്നുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പോൾ കൊച്ചിയിലുള്ളത് രാവിലെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഓക്കെ പറഞ്ഞതാണ്. എന്ത് വില കൊടുത്തും നമ്മൾ എത്തും. എപ്പോഴും നിങ്ങളുടെ പേരാവൂർ മാരത്തോണോ ഞാൻ ചേർന്ന് നിൽക്കുന്ന ആളാണ്, ഞാൻ എന്തായാലും വരുന്ന ഉറപ്പ് തന്നാണ്. ഇന്ന് വീണ്ടും അദ്ദേഹം വിളിച്ചു പറഞ്ഞു രക്ഷയില്ല, ഇങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ അത്യാവശ്യം വന്നതുകൊണ്ട് ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി ഈ യോഗത്തിലേക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോപാൽ അവരെ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് ഇവിടെ നമുക്കറിയാം, നമ്മുടെ മെമ്പർമാര് നൂറുദ്ദീൻ എത്താമെന്ന് പറഞ്ഞാണ്, എത്തിയിട്ടില്ല. ബാബു ആയാലും രാജു ആയാലും എപ്പോഴും നമ്മളോട് ഇവിടെയുള്ള എനിക്ക് തോന്നുന്ന ഒരു മത്സര ബുദ്ധിയോട് കൂടിയാണ് ഇവർ വാർഡ് മെമ്പർമാരെന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്. അത് സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും നമ്മളോട് എന്നും ചേർന്ന് നിൽക്കുന്നവരാണ് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വന്ന പ്രസിഡന്റാണ് നമ്മുടെ കരുത്തനായ നമ്മുടെ സാരഥി ഫ്രാൻസിസ് ബൈജി ജോർജ്. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി വോളിബോൾ പ്ലെയറാണ്, എന്നും സ്പോർട്സിനെ സ്നേഹിക്കുന്ന ആളാണ്, ഒരു ചെറിയൊരു കർക്കശക്കാരനെ കൂടെയാണ്, സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഈ പെർഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സാധിക്കില്ല. കാരണം ഈ പെർഫെക്ഷൻ വരണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പെർഫെക്ഷൻ ഈസ് എ പെയിൻഫുൾ പ്രോസസ് എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചൊക്കെ പറയുന്നത് ഈ കോഴ്സിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് 100% കറക്റ്റ് ആയില്ലെങ്കിൽ ടെൻഷനാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അനുഭൂതി ഉണ്ടാവും മനസ്സിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ബൈജു. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റ് സ്റ്റാൻലി ജോർജ്, അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഈ സ്റ്റേഡിയവും അതുപോലെ ഇവിടുത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം തൊണ്ടിയിൽ തന്നെ അല്ലെങ്കിൽ പേരാവൂരിൽ തന്നെ മാറ്റിയെടുക്കണം. ഇപ്പൊ പലർക്കും ഒരു സംശയമുണ്ട്, പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഈ മാരത്തോണൊക്കെ നടത്തിയിട്ട് കിട്ടുന്ന പൈസ ഈ സ്റ്റേഡിയത്തിന് എന്താണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം? നമ്മുടെ നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഇപ്പം സ്വപ്നം കാണുന്ന നമ്മുടെ സ്വപ്ന പദ്ധതിയായ ഈ സ്റ്റേഡിയം. അതിനുവേണ്ടി എത്ര പൈസ വേണേ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ അടുത്ത് കിട്ടുന്ന ലാഭം മുഴുവൻ അതിന് മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഇതൊരു മുഖവേദിയിലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ ഷാജിയച്ചൻ, ആരാധനായ ഷാജിയച്ചൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ പൈസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ചെയ്യൂ? ഏതെങ്കിലും ഇവിടെ ഒരു ചരിത്രം ഉണ്ടോ ഇങ്ങനെ? നമ്മുടെ പേരാവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി ലാഭം മുഴുവൻ എടുത്തിട്ട് ഇതുപോലുള്ള കാര്യത്തിന് വിനിയോഗിച്ചതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? അതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ഈ സ്റ്റേഡിയം വന്നേ പറ്റൂ. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇത് അത്യാവശ്യമായ ഒരു കാര്യങ്ങളായിരുന്നു. നമ്മുടെ പ്രസിഡന്റ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു 10 ലക്ഷം രൂപ നമുക്ക് മാറ്റിവെക്കണം. അതിന്റെ 1ാം ഘട്ടത്തിലേക്ക് ഒരു സെൻട്രൽ ഒരു ഡൈസും അതുപോലെ ഇരുവശങ്ങളിലും പവലിയനും വേണം. കുട്ടികൾ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമില്ല, ഒരു ബാഗ് വെക്കാൻ സ്ഥലമില്ല, ഒരു കുപ്പി വെള്ളം വെക്കാൻ സ്ഥലമില്ല. അപ്പൊ അത് അത്യാവശ്യ കാര്യമാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റേഡിയത്തിന് മുൻതൂക്കം കൊടുത്തുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത്. വീണ്ടും അതൊക്കെ 10 ലക്ഷം കൊണ്ട് തീരുന്നു പറഞ്ഞത് 10 ലക്ഷം തീരാതായപ്പോൾ വീണ്ടും ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തു. അത് തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാൻലി ജോർജ് അവറുകളാണ്. അതുകൂടാതെ അദ്ദേഹം 3 ലക്ഷം രൂപ ഇതിന് സ്പോൺസറായിട്ട് തന്നു. എന്നിട്ടും തീരാഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഒരു 7 ലക്ഷം രൂപ കൂടി ഇതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ക്ലബ്ബും ഒരു സൊസൈറ്റിയും ചെയ്യാത്ത ഒരു പരിപാടിയാണ്. വളരെ റിസ്ക് ആണ്. നമ്മുടെ മെമ്പർമാർക്കെല്ലാം ഇതറിയാം. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അത് ഈ വി ജോർജ് കുടുംബത്തിലെ സ്റ്റാൻലി ജോർജിനെ, അതുപോലെ തന്നെ സബാസ് ജോർജിനെ, അതുപോലെ ബൈജു ജോർജിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ്. അവരാണ് ഞങ്ങളുടെ ബലം. അവർ ഞങ്ങളുടെ പുറകിലുള്ളത് കൊണ്ടാണ്. ഞാൻ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. കുറെ രജിസ്ട്രേഷൻ നടത്താം, കുറെ ആൾക്കാരെ സംഘടിപ്പിക്കാം. ഇപ്പൊ സ്റ്റാൻലി സാർ എപ്പോഴും പറയുന്നത് പോലെ ഓടാൻ ആളും പൈസ ഉണ്ടെങ്കിൽ മാരത്തോൺ വിജയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
അത് വളരെ സിമ്പിളായിട്ട് ആവുന്ന കാര്യമാണ്. ബാക്കി നമ്മുടെ അടുത്ത ജില്ലയിലും കുറച്ച് ആൾക്കാരെ കുറെ പോലീസുകാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ വെച്ച മെമ്പർമാരല്ലെങ്കിൽ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന എനിക്ക് തോന്നുന്ന ഒരു 70ഓളം റിട്ടയർഡും അതുപോലെ സർവീസുള്ളവരുമായ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരും നമ്മുടെ ഒരു ശക്തിയാണ്, ഒരു ബലമാണ്. അവരെല്ലാം ചേർന്ന് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് മുമ്പോട്ട് പോകാം. ഈ സ്റ്റേഡിയം മാത്രമല്ല ഞങ്ങൾ വിഭാവന ചെയ്യുന്നത്, സ്പോർട്സിന്റെ കൾച്ചർ ഇവിടുത്തെ അതുപോലെ തന്നെ എല്ലാ Thank you. Thank you. എൻ്റെ വെബ്സൈറ്റ് പ്രകാശനം ചെയ്യുന്ന ഭഗവാന്റെ ഫാദർ മാത്യു തെക്കേമുടി, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ സ്ഥാപക പ്രസിഡന്റ് ശ്രീ സ്റ്റാൻലി ജോർജ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന വാർഡ് മെമ്പർമാരായിട്ടുള്ള ശ്രീ രാജി ജോസഫ്, നൂറുദ്ദീൻ മുള്ളേരിക്കൽ ബാബു ദേവി, ചടങ്ങിന് നന്ദി അറിയിക്കുന്ന സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ ട്രഷറർ ശ്രീ സുജീഷ്, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച എൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുട്ടിജൻ സാർ, മറ്റേ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഇപ്പോൾ പേരാവൂർ മാരത്തോൺ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ 7ാമത് വർഷവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനവും മറ്റു വിവിധ പരിപാടികളുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. തീർച്ചയായും 2017 പേരാവൂർ ചേംബർ തുടങ്ങി വെച്ച് 3 വർഷക്കാലം നടത്തുകയും അതിനുശേഷം പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനും എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായി പേരാവൂർ മാരത്തോൺ സംഘടിപ്പിച്ചു വരികയാണ്. കോവിഡ് കാലത്ത് 2 വർഷം 2020-21 വർഷത്തിൽ മാരത്തോൺ നടത്താൻ സാധിച്ചില്ല എന്ന് നമുക്കറിയാം. ഏതായാലും പേരാവൂർ മാരത്തോൺ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പരിപാടിയായി ഇതിനോടൊപ്പം തന്നെ മാറ്റുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ മാരത്തോൺ രജിസ്ട്രേഷൻ ഏകദേശം പ്രതീക്ഷിക്കുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 7,800-നും 10,000-നും ഇടയ്ക്കുള്ള ടാർഗറ്റ് വെച്ചാണ് ഇതിൻ്റെ സംഘാടകർ ഇതിനെ വിഭാവനം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ പേരാവൂരിൻ്റെ ഈ പേരാവൂർ മാരത്തോണിൻ്റെ ചരിത്രം സംബന്ധിച്ച് ഇവിടെ കുട്ടിച്ചൻ സാറും അതിനെ തുടർന്ന് അധ്യക്ഷനും വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു പേരാവൂരിൻ്റെ മലയാളത്തിൻ്റെ കായിക മേഖല അല്ലെങ്കിൽ കായിക പ്രതിഭകളെ കുറിച്ച് അല്ലെങ്കിൽ ജിമ്മി ജോർജിൻ്റെ സ്മരണകളൊക്കെ കൂടതോടൊപ്പം തന്നെ പേരാവൂരിൻ്റെ കായിക മേഖലയെ കായിക വിത്തിനെ പരിപോഷിപ്പിക്കാൻ ഈ ഒരു മാരത്തോൺ കൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ഒട്ടേറെ പരിമിതികൾ, ഭൗതികമായിട്ടുള്ള പരിമിതികൾ നമ്മുടെ പേരാവൂരിനെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭാവി തീർച്ചയായും അത് പരിഹരിച്ച് പോകേണ്ട ഒന്നാണ്. ഈ മാരത്തോൺ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രദേശങ്ങളും രാജ്യത്താകെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പരിമിതികൾ ഈ കൊച്ചു പേരാവൂരിൻ്റെ പരിമിതികൾ നമുക്ക് വരും വർഷങ്ങളിൽ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ മാരത്തോൺ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണയും സഹായവും ഈ ഘട്ടത്തിൽ നടന്ന ഘട്ടത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ബാക്കി വരുന്ന തുക നമ്മുടെ പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, സ്പോർട്സിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടി സ്കൂൾ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ വർഷത്തെ 10 ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഇനിയും അത് തുടർന്നു പോകുമെന്നാണ് നമുക്ക് സംഘടനകൾ അറിയിച്ചത്. ഏതായാലും നല്ലൊരു കാര്യമായി ഇതിനെ ഞങ്ങൾ കാണുക. അപ്പോൾ തീർച്ചയായും പേരാവൂർ മാരത്തോൺ വരുന്ന ഡിസംബർ 27-നാണ് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളിതുവരെ നടത്തിയിട്ടുള്ള മാരത്തോൺ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പേരാവൂർ പഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാം അവരുടേതായിട്ടുള്ള സംഭാവനകളിൽ അവരുടെ എല്ലാ പിന്തുണയും എല്ലാ ഘട്ടത്തിലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഏതായാലും ഈ വർഷത്തെ മാരത്തോൺ നടക്കുന്ന ഘട്ടത്തിൽ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതിയൊക്കെ വരുന്ന ഘട്ടത്തിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ മാരത്തോണ് എല്ലാവിധ ആശംസകളും വിജയങ്ങളും ആശംസിക്കുന്നു. നമ്മൾ ടാർഗറ്റ് ചെയ്ത രജിസ്ട്രേഷനിലേക്ക് ഇത് എത്തിച്ചേരട്ടെ എന്ന് ആശിക്കുകയും ഈ മാരത്തോണിനോടുകൂടി പേരാവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പേരാവൂരിൻ്റെ പേര് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലും എത്തിയിട്ടുണ്ട്. ഇനിയും എഴുതി ചേർക്കാൻ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ വർഷം ചെല്ലുന്നതോറും നമ്മുടെ പേരാവൂരിൻ്റെ കായിക കുതിപ്പിന് കരുത്തേകാൻ രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും അണിചേരുന്ന കൂട്ടായ്മയുടെ പ്രതിഫലനമായി നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. അത് വരും വർഷങ്ങളിൽ ഈ വർഷത്തിലുള്ള മാരത്തോണുകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പുതിയ രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മാരത്തോൺ നമുക്ക് രാവിലെ 6 മണിക്ക് ആരംഭിക്കണം. 6 മണിക്ക് ആരംഭിക്കണമെങ്കിൽ അതിലൊരു 5:30 ആകുമ്പോൾ നമുക്ക് അതിൻ്റെ വാമപ്പൊക്കെ തുടങ്ങണം. അപ്പോൾ ഒരു പറഞ്ഞു അത് നടക്കില്ല. കാരണം 6 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ 6 ആദ്യത്തെ ബസ് വരുന്നത്. പിന്നെയും കുറച്ച് ബസ്സിൽ വന്നാലും ഇവിടെ ആൾക്കാർ എത്തുകയുള്ളൂ. അപ്പോൾ അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് നടത്തി പരിചയമുണ്ട്, അത് ഒരു വൈകുന്നേരം 4 മണിക്കാണ് ശരിക്കും നടത്തുന്നത്. കാരണം അങ്ങനെ നടത്തിയാൽ ഒരുപാട് ആൾക്കാർ കാണാനുണ്ടാവും. ഞാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഓടുന്ന ആൾക്കാർക്കാണ്. കാരണം 4 മണിക്കായി കഴിഞ്ഞാൽ വെയിലാകും, പിന്നെ ട്രാഫിക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
അപ്പൊ അടുത്തത് ഞാൻ പറഞ്ഞു ഇത് ഒരു മത്സരമല്ല, എങ്കിലും പുറത്തു നിന്നുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഓടണം, നല്ല ഓട്ടക്കാർ വരണം, അതിവിടെ പേരാളുകളൊക്കെ കാണണം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് പ്രൈസ് മണി വെച്ചിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ അവരൊരാളോട് ചോദിച്ചു, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ ഇതിനാണ് ഓടുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, അത് ജീവിത വിജയത്തിനാണ്, ഈ നമുക്ക് ഒരു കായികക്ഷമത ഉണ്ടാക്കുന്നതിനാണ്, ലക്ഷ്യബോധം വരുന്നതിനാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് കായികക്ഷമത മാത്രമല്ല, മാനസിക ക്ഷമത, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഓടുന്നത്. അപ്പൊ അതിൽ ഓടുന്ന എല്ലാവരും വിജയികളാണ്. അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് ഈ മാരത്തോൺ നടത്തുന്നതിന് ഒരുപാട് ചെലവുകൾ വരും. അപ്പൊ ചെലവുകൾ വരുമ്പോൾ അത് നമ്മൾ കണ്ടെത്തണം. നല്ല രീതിയിൽ നടത്തണമെങ്കിൽ നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യണം. അവർക്ക് ടീഷർട്ട് കൊടുക്കണം, മെഡൽ കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അങ്ങനെ കാര്യം ഒരുപാട് ചെലവുകളുണ്ട്. അപ്പൊ അതിന് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. അപ്പൊ അവർ ചോദിച്ചു, രജിസ്ട്രേഷൻ ഫീസോ? അത് വെച്ചാൽ ആൾക്കാർ വരുമോ? ഇത് റോഡിൽ കൂടെ ഓടുന്നതിനാണ്, അതിനെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ്? അപ്പൊ ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി അവരെ ഓടിച്ചില്ലെങ്കിൽ നമ്മൾ സംഘാടകരെ ഒളിച്ച് ഓടേണ്ടി വരും. കാരണം ഇതെല്ലാവർക്കും നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് പിന്നെ സംശയമായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല, ഏതായാലും നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ഒരു 200 പേരെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അത് പറഞ്ഞത് നമ്മുടെ കായിക മേഖലയിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്. പക്ഷേ അവർക്ക് സ്പോർട്സ് എന്താണെന്ന് ചെറിയ തെറ്റിദ്ധാരണയായിരിക്കും. അപ്പൊ അതിന്റെ പേരാണ് അവർ പറഞ്ഞത്. ഏതായാലും ഞങ്ങളതൊരു വെല്ലുവിളിയായിട്ട് എടുക്കും. ആദ്യത്തെ മാരത്തൺ തന്നെ 1000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കൊരു മാരത്തൺ തുടങ്ങാൻ സാധിച്ചു. ആ കോൺഫിഡൻസിൽ ഇന്ന് ഈ വർഷം നമ്മുടെ 7ാമത്തെ എഡിഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 7500 പേരാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ കൊച്ചു പേരാവൂരിൽ 7500 പേര് പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ഈ നാട് ഈ പേരാവൂർ മാരത്തോണെ നെഞ്ചിലേറ്റി അതിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് ഒരു ബ്രാൻഡാക്കി വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സംഘാടകർക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനെ ഇതുമായിട്ട് സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ നമ്മള് ആദ്യം ഞാൻ പറഞ്ഞു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യത്തെ മാരത്തോൺ കറക്റ്റ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് കുറച്ച് ആർമി ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു കേണലിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ DSC. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ആദ്യമായിട്ടൊരു മാരത്തോൺ നടത്തുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല, വളരെ പ്രൊഫഷണലായിട്ട്. നമുക്കറിയാം ചെറിയ ചെറിയ കുറവുകൾ എവിടെയുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അവർ പറഞ്ഞു 6 മണിക്കുള്ള സാധാരണ ഒരു മാരത്തോൺ 6 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ താമസിച്ചിട്ട് അവർ തുടങ്ങുള്ളൂ. അത് പ്രത്യേകിച്ച് ആദ്യം തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് ഡിലേ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് കറക്റ്റ് സമയത്ത് തുടങ്ങി, അഭിനന്ദനങ്ങൾ തുടങ്ങി. അദ്ദേഹം എപ്പോഴും എന്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട്, എപ്പോഴും വിളിക്കാറുണ്ട്. എപ്പോഴും ഇദ്ദേഹം പ്രത്യേകിച്ച് പറയും, പേരാവൂർ മാരത്തോൺ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവമാണ്. ജീവിതത്തില് ചെറിയ ചെറിയ പരാജയങ്ങൾ പോലും നേരിടാൻ പറ്റാതെ മയക്കുമരുന്നിലും മദ്യത്തിലും ഒരുപക്ഷെ ആത്മഹത്യയിലും വരെ അഭയം തേടുന്ന യുവതലമുറയെ പറ്റി നമ്മളിപ്പോൾ കേൾക്കുന്ന വായിക്കാറുണ്ട്. ഇവിടെ ഈ ക്വാർട്ടർ മാരത്തോൺ ഓടുന്ന നല്ല ശതമാനം ആളുകൾ ഞാൻ വിചാരിക്കുന്നത് അവര് ജീവിതത്തില് ഒരു കോമ്പറ്റീഷൻസ് ഓടുന്ന ആൾക്കാരല്ല. ഒരുപക്ഷെ ഒരു കൗതുകത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ കൂട്ടുകാരെ കളിയാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ടോ ഒക്കെ പേര് കൊടുത്ത് പങ്കെടുക്കാൻ വരുന്നവരായിരിക്കും. പക്ഷേ അത് ഒരിക്കൽ ഒരു മാരത്തോൺ, ഒരു ക്വാർട്ടർ മാരത്തോൺ ഓടി തീർന്നു കഴിഞ്ഞാൽ, ഒരു 4 കിലോമീറ്റർ ഓടി തീർത്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ എന്ത് വെല്ലുവിളി നേരിടാനുള്ള ഒരു മനോധൈര്യം വരും. അതിവിടെ നേരത്തെ സൂചിപ്പിച്ചു. അത് നമുക്കത് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് വരും നമുക്ക് അത് പൂർത്തീകരിച്ചിരിക്കും. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് അടുത്ത പ്രാവശ്യം എങ്ങനെ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ള. അപ്പൊ ജീവിതത്തിൽ വഴിക്കുകളാണുള്ളത്. ഈ ഒരു നല്ല മാരത്തോൺ ഓട്ടം എന്ന് പറയുമ്പോൾ അത് ആൾക്കാർ അപ്പോൾ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് വേണം. അത് ഡെനിയുടെ സൂചിപ്പിച്ചിട്ടായി ഒരു 3-4 ദിവസം മറ്റന്നാൾ ട്രെയിൻ ചെയ്യണം. അതുപോലെ ചെറിയ ട്രെയിനിങ് വേണം. അതിനുശേഷം നമ്മൾ ഓരോരുത്തരുടെയും കായികക്ഷമത വ്യത്യസ്തമാണ്. അപ്പൊ അതനുസരിച്ച് ഒരു പേസ് സെറ്റ് ചെയ്യണം. നമ്മൾ 100 മീറ്റർ ഓടുമ്പോൾ ആദ്യം ഓടി കഴിഞ്ഞാൽ നമുക്ക് 10 കിലോമീറ്റർ ഓട്ടം പറ്റിയല്ല. അപ്പൊ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയില്ല. ഒരു പേസ് സെറ്റ് ചെയ്യണം. അതിനുശേഷം പോകുമ്പോൾ വഴിക്ക് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വഴിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്,
ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, മധുരം വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച ഒരു പ്ലാനിങ്ങിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ഫിനിഷൊക്കെ എത്താറാകുമ്പോൾ എല്ലാവരും ആക്സിലറേറ്റ് ചെയ്യാറുണ്ട്, സ്പീഡപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഓടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ഒരു പ്ലാനിങ് വേണം. അത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റീം അവസാനം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം മോശം. ഇതിനെല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ട്. ഇതൊരു ലൈഫ് സ്കില്ലാണ്. അത് നമ്മുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമുക്ക് പിന്നെ അത് ഉപകരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ലക്ഷ്യമിട്ട ഒരു കമ്പനിയിലെ ഒരു മാനേജർ, ആ മാനേജർ ആണെന്ന് നമ്മൾ ലക്ഷ്യമിടുവാണെങ്കിൽ അതിന് ആദ്യം ഒരു പ്രിപ്പറേഷൻ വേണം. അതായത് ഒരു ഡിഗ്രി വേണം, അത് ചോദിച്ചാൽ അതിനുശേഷം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. ഒരു ജോലി ഏതെങ്കിലും ഒരു പൊസിഷൻ നമ്മൾ ആദ്യം കയറണം. അതിനുശേഷം നമ്മളതിലേക്ക് അങ്ങനെ ജോലിക്കാരനെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ വാമപ്പ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അത് ക്വാളിഫൈ ചെയ്ത ശേഷം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു പ്ലാനിങ് വേണം. ഏത് പേസിൽ പോകണം. അതിനുശേഷം നമുക്ക് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ജോലിയിൽ പറയുകയാണെങ്കിൽ റിലേറ്റീവ് ആണെങ്കിൽ നമുക്ക് കുറച്ച് പുതിയ സർട്ടിഫിക്കേഷൻസ് എടുക്കണം, പുതിയ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യണം, പുതിയ ട്രെയിനിങ്ങിന് പോകണം, ഒരുപാട് വായിക്കണം, ബന്ധങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ പല കാര്യങ്ങൾ വഴി നമ്മൾ റീചാർജ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണം തോന്നുവാണെങ്കിൽ എപ്പോൾ കൂട്ടണം, എപ്പോൾ കുറയ്ക്കണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. എല്ലാവരും നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അപ്പോൾ അത് ലൈഫ് സ്കില്ലാണ്. ഈ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് സ്കില്ലാണ് കാലഘട്ടത്തിലൂടെ അതിൽ ഓടുന്ന എല്ലാവർക്കും കിട്ടുന്നത്. വേറെ ഒരു മാരത്തോൺ PSFന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഈവന്റാണ്. ഈ മാരത്തോണിൽ കൂടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അതുപോലെ മറ്റുള്ളവരെയും ഈ സമീപപ്രദേശങ്ങളിലെ എല്ലാവരെയും ഒത്തുകൂട്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കായിക മേഖലയിലെ എല്ലാ വർഷവും നടത്തുന്ന ഒരു ഉണർത്തുപാട്ടാണ്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ മാരത്തോണിന് അപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മുന്നോട്ട്. മാരത്തോൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈവന്റ് മാത്രമാണ്. വേലാവിന്റെ വളരെ സമ്പന്നമായ ഒരു കായിക പാരമ്പര്യവും പൈതൃകവുമുണ്ട്. നമ്മുടെ പൂർവികര് ഇവിടെ ഒരുപാട് കായിക വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. അവർ നല്ലൊരു അടിത്തറ ഇട്ട് തന്നിട്ടുണ്ട്. അവരെയൊക്കെ നമ്മളോട് സ്മരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് വില്ലേജാക്കി പേരാവിനെ വളർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ കായിക മേഖലയ്ക്കൊപ്പം നമുക്ക് അതിലൂടെ നമുക്ക് സ്പോർട്സ് ബിസിനസ് ടൂറിസം കൊണ്ടുവരാൻ പറ്റും. അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ട്രെയിനിങ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ലക്ഷ്യങ്ങൾ പലതാണ്. നമ്മുടെ നാട്ടിന് മൊത്തമായിട്ട് ഉണർവ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ വിശാലമായിട്ടുള്ള മത്സരങ്ങൾ അപൂർവം വിജയിക്കേണ്ടി വരും. അപ്പൊ പേരാവൂരിലെ ഒരു ഐശ്വര്യമാണ് വിശാലമായ മത്സരങ്ങൾ. ഇതിലെ ജിബിജോൺ സ്റ്റേഡിയം ഉണ്ട്, ഇവിടെ അക്കാഡമി ഉണ്ട്, ഇവിടെ ചുറ്റുപ്രദേശങ്ങളിൽ ഒരുപാട് മത്സരങ്ങൾ, വോളിബോൾ കോർട്ടുണ്ട്, ഷട്ടിൽ കോർട്ടുണ്ട്, ഒരുപാട് മത്സരങ്ങളുണ്ട്. മറ്റൊരു കുളമുണ്ട്, സ്വിമ്മിങ് നടത്താൻ വേണ്ടിയിട്ട്. അതൊരു നാടിന്റെ ഐശ്വര്യമാണത്. ഈ കളിസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ജാതി മുതൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ പ്രായ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ കുട്ടിസ്ഥലമാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 2024 മാരത്തോണിൽ നിന്ന് നമുക്ക് കുറിച്ച് വെച്ച 10 ലക്ഷം രൂപ ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി നമ്മൾ പുറത്തുവിട്ട് കഴിഞ്ഞു. അപ്പം 10 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്റ്റാൻഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് 30 ലക്ഷം രൂപയുടെ ഫണ്ട് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്റ്റേഡിയം കമ്മിറ്റിയും അച്ഛനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് ഡോക്ടർമാരെയും മരുന്നുകളെയും ആശ്രയിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ്. ഡോക്ടർ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ക്ഷമിക്കുക, അവരുടെ പണി കുറയ്ക്കുക, അവരുടെ ജോലിഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. കായിക പരിശീലനത്തിലും പേരാവൂരിലെയും സ്പോർട്സിലെയും ആരോഗ്യരംഗത്തെയും പുരോഗതി കണ്ട് മനസ്സിലാക്കാതെ നാളെ എല്ലാ വർഷവും ഡിസംബർ നടക്കുന്ന പേരാവൂർ മാരത്തോണിൽ പങ്കുചേരാൻ വേണ്ടി വിളിച്ചു വരുത്തുക. അവർക്കും ഈ നല്ല അനുഭവങ്ങൾ കിട്ടട്ടെ. സന്തോഷത്തിന്റെ ഭാഗമായും അവർ നമ്മുടെ കൂടെ കൂടട്ടെ. പിന്നെ പ്രിയങ്കരനായ MLA-യോടും പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതിന്റെ കാര്യങ്ങൾ ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പേരാവൂർ ജിബിജോൺ സ്റ്റേഡിയത്തില് ഒരുപാട് ആൾക്കാർ കായിക പരിശീലനത്തിനായ വ്യായാമത്തിനായിട്ടും രാവിലെയും രാത്രിയൊക്കെ വരുന്നുണ്ട്. ഒരു കൈമാസമായിട്ട് വരുന്നുണ്ട്. കൈമാസമായിക്കൂടെ കിട്ടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നാണ് ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കുന്നത്.
അതുപോലെ പേരാവൂർ നമ്മുടെ സെന്റ് ജോസഫ് സ്കൂൾ പേരാവൂർ ഗേറ്റ് തൊട്ട് സ്കൂൾ വരെയുള്ള അവിടെ ഡ്രെയിനേജിന്റെ അതിന്റെ ഓട അത് സ്ലാബിട്ട് കവർ ചെയ്തിട്ടില്ല. അത് വലിയൊരു റിസ്ക്കാണ്. ഇപ്പൊ തന്നെ കുട്ടികൾ അവിടെ ഒരുപാട് പേര് സഞ്ചരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഈ മാരത്തോൺ സംഘടിപ്പിക്കുമ്പോൾ 7,500 കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അത് തിങ്ങി നിറഞ്ഞാണ് വരിക. അപ്പോൾ അവർ ആ ഡ്രെയിനേജ് കൊണ്ട് കാറൊടുക്കിയാൽ നമുക്കൊരു ഡിസ്പ്ലെയർ ആകും. അത് മീഡിയയൊക്കെ കവർ ചെയ്ത് അത് വലിയ മോശമായിട്ട് വരും. അപ്പൊ അതിന് എന്തെങ്കിലും സഹായം ചെയ്യുവാനുള്ള വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഒരു കൊച്ചു ഗ്രാമം ഒരേ മനസ്സോടെ ഒന്നിച്ചു നിന്നാൽ അവർക്ക് കായിക ആരോഗ്യ മേഖലയിൽ അത്ഭുതങ്ങൾ കാണിക്കാനാകുമെന്ന് നമുക്ക് ഒന്നിച്ചു നിന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാം. എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും തുടർന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അത് സ്വീകരിക്കുന്നത് PSFന് വേണ്ടി സ്വീകരിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യാനും ഒക്കെ ഫുൾ ടൈം ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ വലിയ സപ്പോർട്ടാണ് പേരാവൂർ മാരത്തൺ അല്ലെങ്കിൽ PSFന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വരും വർഷം, ഈ വർഷം അതുപോലെ വരും വർഷങ്ങളിലും പഞ്ചായത്തിന്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ചടങ്ങ്, ഈ വർഷത്തെ ആദ്യത്തെ ഒഫീഷ്യൽ രജിസ്ട്രേഷൻ ഫോം ഇവിടെ രഞ്ജിത്ത് മാക്കുറ്റി, അദ്ദേഹം മാസ്റ്റേഴ്സ് നാഷണൽ മെഡൽ ജേതാവാണ്. ഒരു സ്ഥിരം മാരത്തൺ ഓടുന്ന വ്യക്തി കൂടിയാണ്. ഞങ്ങൾ ഒന്നിച്ച് പല മാരത്തണിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രഞ്ജിത്ത് മാക്കുറ്റി പ്രത്യേകിച്ച് പേഴ്സണലി അറിയാവുന്നത് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ ഫോം ഇവിടെ കൊണ്ടുവന്ന് അത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കും. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാൽ സാർ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. അപ്പം സർ മറ്റുള്ള ക്ലബുകളിലൊക്കെ പോയി തന്നെ പ്രൊമോ വീഡിയോയുടെ ലോഞ്ചിങ് കൊണ്ട് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം, വെബ്സൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാം. ഈ വർഷം ഞങ്ങൾ GST ഒഴിവാക്കിക്കൊണ്ടാണ് അത് PSF അബ്സോർബ് ചെയ്തുകൊണ്ട് ആണ് നടത്തുന്നത്. അതായത് 500 രൂപ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ GST ആപ്ലിക്കബിൾ അല്ല, നിങ്ങൾക്ക് 500 രൂപയ്ക്ക് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് 100 രൂപ രജിസ്ട്രേഷൻ ഓൺലൈൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം 200 രൂപ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ 100 രൂപ എന്നുള്ള ഡിസ്കൗണ്ട് ഇവിടുത്തെ ഈ ചുറ്റുപാടുള്ള സ്കൂളുകളിലെ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചാണ്. അതുകൊണ്ട് ദൂരെ നിന്ന് ചെയ്യുന്നവർക്ക് 200 രൂപ തന്നെ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട്, റേസ് ഡീറ്റെയിൽ ഉണ്ട്, പ്രൈസ് മണി ഉണ്ട്, റേസ് റൂട്ട് ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്നാണേലും അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. www.peraavoormarathon.com എന്നാണ്. എല്ലാ വർഷങ്ങളിലെയും ഫോട്ടോസും 2017 മുതലുള്ള ഫോട്ടോസ് എല്ലാം അതിലുണ്ട്. കുറെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫോട്ടോസ് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തന്ന ആൾക്കാരുടെ നിങ്ങൾക്ക് കാണാം അവിടെ. ഗുഡ് എർത്തും അതുപോലെ തന്നെ കാനറ ബാങ്കും ഒക്കെ, അതുപോലെ തന്നെ ഒത്തിരി സ്പോൺസേഴ്സിന്റെ ലിസ്റ്റും അവിടെ കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അടുത്തതായിട്ട് നമ്മുടെ വീഡിയോ ലോഞ്ചിങ് ആണ്. ഈ വർഷത്തെ പേരാവൂർ മാരത്തോണിൻ്റെ രജിസ്ട്രേഷൻ ലോഞ്ചിങ്ങും അതുപോലെ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ്ങും ഇവിടെ നടന്നിരിക്കുകയാണ്. ഈ മഹത്തരമായിട്ടുള്ള മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന PSFിൻ്റെ പ്രസിഡന്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ്,
നമ്മളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ സാറ്, അതുപോലെ നമ്മുടെ PSFന്റെ സ്ഥാപക പ്രസിഡന്റും നമ്മുടെ ജനഭാഗ്യങ്ങൾ വാർത്തയിലുള്ള പ്രിയപ്പെട്ട സ്റ്റാൻലി ജോസ് അവർ, നമ്മളുടെ വാർഡ് മെമ്പർമാരായിട്ടുള്ള രാജു ജോസഫ്, അതുപോലെ ബാബു ദേവി, അതുപോലെ ഇന്ന് ഈ ഓഡിറ്റോറിയത്തെ മഹത്തരമാക്കിക്കൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം വിളിച്ചറിയിച്ച് ഈ പേരാവൂരിനെയും പേരാവൂരിൻ്റെ പൊതു പരിപാടിയും പേരാവൂരിൻ്റെ വികാരമായ മാരത്തോണിനെയും സ്പോർട്സിനെയും ഒക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, ആദ്യം തന്നെ നേരത്തെ ഉണരുന്ന പക്ഷി ഇരപിടിക്കുന്നു എന്ന് പഴയൊരു പഴമൊഴിയുണ്ടല്ലോ. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ ഇവാലുവേഷൻ്റെ മീറ്റിംഗ് നമുക്ക് നേരത്തെ തുടങ്ങണമെന്ന് പറയുകയും എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നേരത്തെ നമുക്ക് തുടങ്ങി വെക്കാനായിട്ട് സാധിച്ചു. അതിനുള്ള അഭിനന്ദനങ്ങൾ ഈ PSFന്റെ എല്ലാ പ്രിയപ്പെട്ട ഭാരവാഹികൾക്കും മെമ്പേഴ്സിനും ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം കേരളത്തിൽ നമ്പർ 1 വളരേണ്ടതുണ്ട്. അതിന് 5000 കഴിഞ്ഞു. 7500 ഞാൻ പറഞ്ഞു 7500 പോകണം, നമുക്കൊരു 10000 ആദ്യം പിടിച്ചാൽ കിട്ടും. കാരണം നല്ല സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. നല്ലൊരു കൂട്ടായ്മയും വെബ്സൈറ്റായി വളരെ സമയം നമുക്കുണ്ട്. വേറെ ആരും ഒന്നും വിചാരിക്കേണ്ട, നമ്മൾ ഇരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്ന് വിചാരിച്ചാൽ 10000 എന്ന് പറഞ്ഞ നമ്പറൊക്കെ വളരെ ഈസിയായി പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ ഏതാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പേരാവൂരിനെ കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരാണല്ലോ ശ്രീ ജിമ്മി ജോർജ് എന്ന് പറയുന്നത്. അത് പേരാവൂരുകാരുടെ വികാരമാണെന്നുള്ള കാര്യം നമുക്കറിയാം. ആ വലിയ പ്രതിഭയുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പേരാവൂരിൻ്റെ ഊടുവഴികളും എല്ലാം ഡിസംബറിലേക്കുള്ള 27ലേക്കുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് വലിയ ആവേശമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ മാരത്തോൺ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയുവാനായി സാധിക്കും, ദൂരം വളരെ കുറഞ്ഞു വരും. കാസർഗോഡുള്ള ഒരു ആളുടെ ഓടാൻ വന്നാൽ ഞാൻ പറയും കാസർഗോഡും പേരാവൂരും തമ്മിലുള്ള ദൂരം വളരെയേറെ കുറയും. അങ്ങനെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെയായി വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ ആളുകൾ വന്നു ചേരുമ്പോൾ നമ്മൾ പേരാവൂരുകാര് ഈ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ പേരാവൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് മാനവികതയുടെ സൗഹൃദത്തിന്റെയും ഒക്കെ പുതിയ വേലിക്കെട്ടുകൾ, അങ്ങനെ ഞാൻ പറയട്ടെ. ഇപ്പൊ നമുക്ക് വേലിക്കെട്ടുണ്ട് പേരാവൂർ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി മനുഷ്യനെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണമുള്ള വിശാല ഹൃദയമുള്ളവരായി തീരാനായിട്ട് സാധിക്കും. അത് ഈ സംഘടിപ്പിക്കുന്നവർക്കും മാത്രമല്ല, മറിച്ച് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഒരു വിശാലമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കാസർഗോഡ് പേരാവൂരും തമ്മിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരവും പേരാവൂരും തമ്മിലുള്ള ദൂരം കുറയുമെന്ന് പറയുമ്പോൾ അത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ്. ദൂരം കുറയുന്നത് മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള ഹൃദയങ്ങൾ തമ്മിലുള്ള അകലമാണ് ഇവിടെ കുറയുന്നത് എന്ന് നാം തിരിച്ചറിയും. അതിന്റെ ചെറിയൊരു ഉദാഹരണം ഇവിടെ നമ്മുടെ ഈ ഗ്രൗണ്ടില് അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് മുട്ടിച്ചുസാറിന്റെ പിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ 700-ന്റെ മുകളിലേക്ക് യൂണിഫോം ഉദ്യോഗത്തിലേക്ക് കുട്ടികൾക്ക് കയറാറായി. ഈ കഴിഞ്ഞ ദിവസം ഒരു കേണൽ ഇവിടെ വന്ന് സാറിന് ഇങ്ങോട്ട് വന്നതാണ്. വന്ന് സാറിനെ ആദരിക്കുകയും വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ, നമ്മൾ വിനോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പുറമേ ഉള്ളവർ വിനോദിക്കുകയും ഇതിന്റെ ഉപയുക്തത പരമാവധി നേടിയെടുക്കുകയും ചെയ്യുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോട്ടുള്ള നല്ല ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും നമ്മളിൽ നിപുണരുണ്ടല്ലോ, അവരൊക്കെ ഈ പേരാവൂരിന്റെ ഈ ഹൃദയത്തിന്റെ അകലം കുറച്ചുകൊണ്ടിരിക്കുക. 2 ഉദാഹരണം എന്ന് പറയും. ദിവസം നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടമാനം ആളുകൂടി എല്ലാവരുടെയും നിയന്ത്രണം വിട്ടുപോയപ്പോൾ ആ വലിയ ജനതയെ നിയന്ത്രിച്ച് നമ്മുടെ PSFിലെ കുട്ടികളും പിടിച്ചു സാധനമാണ്. ഇപ്രാവശ്യം മണപ്പച്ചാൽ പള്ളിയുടെ തിരുനാൾ നടക്കുമ്പോഴും അവര് വന്നു. എത്ര ഭംഗിയായിട്ട്
പെരുന്നാളെല്ലാം കഴിഞ്ഞപ്പോൾ ആ കുട്ടികളെ കുറിച്ച് ഇടവക്കാരൊക്കെ വളരെ പോസിറ്റീവായിട്ട് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയോ കിടക്കുന്ന കുട്ടികൾ ഇവിടെ വന്നു, പക്ഷെ അവര് പേരാവൂരുകാരുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ സംഭവമാണ്. ഇതുപോലെ തന്നെയാണ് ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന മുഴുവൻ മനുഷ്യരും നമ്മുടെ ഹൃദയങ്ങളെയാണ് നമ്മൾ കീഴടക്കുന്നത്. നമ്മൾ ഈ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി ചെയ്യുമ്പോൾ നമ്മളും ഇവിടെ വന്നു പോകുന്ന സകലരുടെയും ഹൃദയങ്ങളെ കീഴടക്കുന്നു. അങ്ങനെ മനുഷ്യ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞ് ഒരു വിശാലമായ കാഴ്ചപ്പാട്, ഒരു മാനവീതിയും ഒരു പൊതുധാരണയും പൊതു ബഹുമാനവും ഒക്കെ ആർജിച്ചെടുക്കുവാനായിട്ട് നമുക്ക് ഈ സ്പോർട്സ് കൊണ്ടും സർവോപരി മാരത്തോൺ പേരാവൂർ മാരത്തോൺ കൊണ്ടും സാധ്യമാകും എന്നുള്ളത് കാലം തെളിയിച്ചു കഴിഞ്ഞ സത്യമാണ് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ പരമാവധി ആളെ ഞാൻ സംഘടിപ്പിക്കും. പരമാവധി നമുക്കറിയാം നവംബർ 30 വരെ സമയത്ത് നമുക്ക് നവംബർ 30 വരെയുള്ള ദിവസങ്ങളിൽ ഇനി ഒരു വ്രതമായി നമ്മൾ എടുക്കുക. ഒരു ദിവസം ഒരാളോടെങ്കിലും പറയുക, ഒരാളെയെങ്കിലും നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ ഇത്രയും പേര് നമ്മളോട് തന്നെ കാണിച്ചാൽ തീർച്ചയായിട്ടും ഇത് വാക്യജയമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ കായിക ഭൂപടത്തിൽ മാത്രമല്ല സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ BSFന് പേരാവൂർ മാരത്തോണിലൊക്കെ വലിയ നാഴികക്കല്ലുകളായി തീരാനായി സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജനത്തെ അല്ലെങ്കിൽ കായിക പ്രേമികളെ, വിശാല മനസ്സുള്ളവരെ ഈ പേരാവൂരിന്റെ മണ്ണിലേക്ക് സ്വീകരിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അത് പള്ളി പെരുന്നാളാകട്ടെ, അത് അമ്പലത്തിലെ നമ്മുടെ ഉത്സവമാകട്ടെ, അല്ലെ മുസ്ലിം സഹോദരങ്ങളുടെ ഏതെങ്കിലും പെരുന്നാള് ഗെറ്റുഗതറോ സാംസ്കാരിക സമ്മേളനമാകട്ടെ, നമ്മളുടെ മാരത്തോണാകട്ടെ, അതല്ലെങ്കിൽ BSFന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ, ഇതെല്ലാം നമുക്ക് ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പേരാവൂരിന്റെ തനതായിട്ടുള്ള ഒരു സാംസ്കാരിക പൈതൃകം അതെല്ലാം കൂടി കെട്ടുപടഞ്ഞു കിടക്കുന്നതാണ്. കായികമായിട്ടുള്ള സംസ്കാരവും കുടിയേറ്റത്തിന്റെ പൈതൃകങ്ങളും സംഭാവനകളും അതുപോലെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യം എല്ലാം കൂടി പരസ്പരം ഇടചേർന്ന് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ആശംസ എന്ന് പറയുന്നത് ഈ 2025 ഡിസംബർ 27 നടക്കാൻ പോകുന്ന മാരത്തോൺ മനുഷ്യനെ ചേർത്ത് പിടിക്കാനും ഹൃദയത്തിന്റെ, അത് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ അർത്ഥത്തിന്റെയോ സമ്പത്തിന്റെയോ വിജ്ഞാനത്തിന്റെയോ ഒക്കെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പരസ്പരം സ്നേഹിക്കാനും ചേർത്ത് നിൽക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു ഉൾവിളി നമുക്കുണ്ട്. അപ്പൊ അത് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് ഈ മാരത്തോണ് അതിന് നേതൃത്വം കൊടുക്കുന്ന BSF എല്ലാവർക്കും സാധ്യമാകട്ടെ. അങ്ങനെ പേരാവൂരിന്റെ മഹത്വം നാൾതോറും ലോകത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾക്കറിയാം, നമ്മൾക്ക് അത് നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു. പ്രബന്ധമായിട്ട് വെബ്സൈറ്റിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ അഡ്രസ്, അതിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ, അതിൽ ഇൻഫർമേഷൻസ് നമ്മൾക്ക് തീർച്ചയായിട്ടും ലോകം എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ഫോണിൽ എത്രയോ ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗങ്ങളായിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു വാശിയോടുകൂടി അടുത്ത ഒരാഴ്ചക്കുള്ളിൽ 7 ദിവസം വേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ലോകം എത്തിക്കും. അപ്പോൾ അങ്ങനെ ലോകം എത്തിക്കാനായിട്ട് ഇതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ട് ഇന്നേക്ക് കൃത്യം 7-ാം ദിവസം അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഫോണിലുള്ള സകല കോൺടാക്റ്റുകളിലേക്കും വാട്സപ്പുള്ള സകല നമ്പറുകളിലേക്കും, അത് ചിലപ്പോൾ 2-3 പേരൊക്കെ ഒരു സ്ഥലത്തേക്ക് അയച്ചു തരും, ആയിക്കോട്ടെ കുഴപ്പമില്ല, നമ്മുടെ വെബ്സൈറ്റിന്റെ സൈറ്റും ഈ വെബ്സൈറ്റിലുള്ള വീഡിയോസും ഇതിന്റെ ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ അടുത്ത ശനിയാഴ്ച പോകേണ്ട കാര്യം എന്നുള്ളത് എനിക്കറിയാം. ഒരുപക്ഷെ ചിലപ്പോൾ ഇപ്പൊ തന്നെ തീർന്നവരുണ്ടാവും. അപ്പോൾ ശനിയാഴ്ചയുടെ സമയം നമുക്കുണ്ട്. പരമാവധി ആളുകൾക്ക് അത് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഇത് ലോകത്തിൽ ആയിക്കോളും, യാതൊരു സംശയവുമില്ല. അതൊരു കാര്യം. ഈ നമുക്കറിയാം 7 വർഷമായിട്ട് ഇതിന് മുടങ്ങാതെ തുറന്നുകൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇതിന്റെ സ്ഥാപക പ്രസിഡന്റായ സ്റ്റാലിൻ ഗവൺമെന്റ് ഒരു
കർമ്മകുശലതയും ബുദ്ധിവൈഭവവും സംഘാടക വൈഭവവും ഒക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. അത് നമ്മൾ വിസ്മരിക്കാനായിട്ട് സാധിക്കുകയില്ല. ആ സഹോദരന്മാർ ഒരുമിച്ച് നിൽക്കുകയും പ്രത്യേക നേതൃത്വം കൊടുക്കുകയും അത് ഇവിടെയുള്ള സകല ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത് ഇവരുടെ എല്ലാം രക്തത്തിൽ അഴിഞ്ഞു തീർക്കുന്നുണ്ട്. ശ്രീ ഫ്രാൻസിസ് വൈദ്യന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം, ഒരു നല്ല ബിസിനസ്സുകാരനാണ് അദ്ദേഹം. ഒരു ബിസിനസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം, ആളുകളിലേക്ക് എത്തിക്കുക, ആളുകളെ ചേർത്ത് പിടിക്കുക. നമ്മൾ ഒരാൾ വിചാരിച്ച ഈ ലോകത്ത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നിലുള്ള മുഴുവൻ ആശയങ്ങളും എന്റെ കാഴ്ചപ്പാടുകളും 10 പേര് എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ആരുമായിക്കോട്ടെ, അവൻ പണ്ഡിതനായിക്കോട്ടെ, പാമരനായിക്കോട്ടെ, അവൻ കായികാഭ്യാസിയായിക്കോട്ടെ, അല്ലെങ്കിൽ എഴുത്തുകാരനായിക്കോട്ടെ, വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവനെ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ ആശയങ്ങൾ നമ്മൾക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധ്യമാകും. അങ്ങനെ ഈ സ്റ്റാൻലി ജോർജും ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി സഹോദരങ്ങൾ നമ്മുടെ ഈ പേരാവൂരിനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ, പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊരു കാര്യം വ്യക്തിപരമായിട്ട് നന്ദി പറയാം. നമ്മുടെ ഈ സ്റ്റേഡിയം അത് പലവിധ കാരണങ്ങൾ കൊണ്ട് അതിന് പരമേഷം നടക്കാതിരുന്ന സമയത്താണ് സ്റ്റാൻലി 2 പ്രാവശ്യം പള്ളിമുറി വരികയും സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ വന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ സാമ്പത്തികമായ ദുർഗതി പറയുകയുണ്ടായി. പള്ളിയുടെ തലത്തിൽ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സഹായിക്കാൻ നമുക്കിത് മാറ്റിവെക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഉത്സാഹത്തോടുകൂടി വളരെ ഒരു നല്ല ആർക്കിടെക്റ്റിന്റെ വൈഭവത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. എഞ്ചിനീയേഴ്സിനോട് ചോദിക്കേണ്ട കാര്യം എഞ്ചിനീയേഴ്സിനോട് ചോദിച്ച് അത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവിടെ സ്റ്റേഡിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിന്റെ ആംബിയൻസ് ആകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് അതിന്റെ പവലിയന്റെ പണിയും മറ്റും കഴിഞ്ഞ് അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് ലൈറ്റുകൾ പിടിപ്പിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ആംബിയൻസ് അങ്ങ് മാറും. ഞാൻ പറയും, മണി പിടിച്ച് വീട്ടിലിരിക്കുന്ന നമ്മുടെ മധ്യവയസ്കർ മുതൽ മുകളിലേക്കുള്ളവര് നമ്മൾ ആരും വിളിക്കാതെ തന്നെ ഇതിന്റെ ആംബിയൻസ് കണ്ടിങ്ങോട്ട് വരും നടക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറേയേറെ ആളുകള് ഞായറാഴ്ചക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആള് ഞാൻ മനസ്സിലാക്കുന്നത് ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നല്ല ആളുകൾ പള്ളി പല സമയത്ത് വരുന്നത് ഇറങ്ങിപ്പോകുന്ന ഒരു സമയത്ത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ വൈകുന്നേരങ്ങളിൽ ഈ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം, ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ നേരത്തെ ഫ്രാൻസിസ് പറ്റി പറഞ്ഞതുപോലെ മരുന്ന് ഡോക്ടർമാരെയൊക്കെ നമുക്ക് തന്നെ ഒരു പരിധിവരെ അകറ്റി നിർത്താനായിട്ട് സാധ്യമാകും. അങ്ങനെ ഈ പേരാവൂരിന്റെ ആരോഗ്യത്തിന് വീണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകും. അപ്പോൾ ഈ മനോഹരമായ ഈ സ്റ്റേഡിയത്തിന്റെ റെനോവേഷന് വേണ്ടി ഇവർ കാണിക്കുന്ന ഉത്സാഹവും അതിനുവേണ്ടി മുടക്കുന്ന ഓരോ പൈസയും നമുക്കറിയാം. കൂടുതൽ പൈസ ഇപ്പോൾ അഡ്വാൻസ് ചെയ്തിരിക്കുക. ഇടയ്ക്കെടുത്ത് വന്ന് പറഞ്ഞ അടുത്ത വർഷത്തേക്കൂടെ നമുക്ക് അഡ്വാൻസ് ചെയ്യാമെന്നോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തുകയെന്ന് അറിയാമല്ലോ, 3-4 വർഷത്തെ വേണ്ടി അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു പൂർത്തിയാക്കാനായിട്ട് സാധ്യമാകും. അവിടെ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് നിന്നാൽ വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാകും ഈ നാടിന് വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മളെല്ലാവരും ഇപ്പം ഞാനടക്കം 50-ന് മുകളിലേക്കുള്ളവരാണ് നമ്മളെല്ലാവരും മഹാഭൂരിപക്ഷം ഇരിക്കും. ചെറുപ്പക്കാർക്ക് കുറച്ച് പേര് ഇരിക്കും. ഈ 50-ന് മുകളിലേക്കുള്ളവർ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ഒരു ദിവസം യാത്ര പറഞ്ഞ് പോകണമല്ലോ. അപ്പോൾ അപ്രകാരം പോയി കഴിയുമ്പോൾ ഇളം തലമുറ നമ്മളെ ഓർത്തിരിക്കുവാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നാളത്തേക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ട് പോകാൻ സാധിച്ചാൽ അത് ഒരു ഓർമ്മക്കുറിപ്പായി വരും തലമുറ നമ്മളെ ഓർത്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ വിടവുകയുടെ നിലയ്ക്ക് മാനത്തോട് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എൻ്റെ വ്യക്തിപരമായ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതിലെല്ലാവിധ ആശംസകളും ഒപ്പം ദൈവാനുഗ്രഹം ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒപ്പം BSFന്റെ ദിനാചരണം കൂടിയാണെന്ന് നമുക്ക് ഒരുമിച്ച് കൂടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് കൂട്ടായ്മയെ വളർത്തും, ശക്തിപ്പെടുത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കൂട്ടായ്മയും ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടിരിക്കും. ഇന്ന് നമുക്കറിയാം ചന്ദ്രനിലേക്കുള്ളതും ചൊവ്വയിലേക്കുള്ളതും ദൂരങ്ങളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായി പറയുമ്പോൾ പ്രോട്ടോണുകളുടെ വേഗത പോലും കണ്ടുപിടിച്ച് അതിനപ്പുറത്തേക്കുള്ള വേഗതയെ കുറിച്ച് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പൊ ദൂരം എന്ന് പറയുന്നത് മനുഷ്യന് പ്രശ്നമല്ലാതായിക്കൊണ്ടിരിക്കുക. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ നമുക്ക് ഒരു ദിവസം പണ്ടാണ്. ഇപ്പൊ വന്ദേഭാരത് കയറി വളരെ പെട്ടെന്ന് പോയിട്ട് വരാം. അത് തന്നെയല്ല, ഫ്ലൈറ്റിൽ പോയാൽ പോയി കാര്യം സാധിച്ചു വൈകുന്നേരത്തേക്ക് തിരിച്ചും വരാം. അത്രയുള്ള തിരുവനന്തപുരം എന്ന് പറയുന്ന ദൂരം ഇപ്പോൾ നമ്മുടെ സ്ഥലം പണ്ട് വലിയ ദൂരമായിരുന്നു. ഈ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്ന ഒരിടമുണ്ട്. അതെന്താണെന്നറിയാമോ?
കനം എന്ന് പറയുന്നത് 4 ഇഞ്ച് 6 ഇഞ്ച് 8 ഇഞ്ച് അങ്ങനെയൊക്കെയാണല്ലോ. ഈ 8 ഇഞ്ച് കനത്തിന് അപ്പുറത്ത് കിടക്കുന്ന എൻ്റെ സഹോദരൻ, അവൻ അപ്പനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, വേണ്ടപ്പെട്ടവരാകാം, അവന്റെ നെടുവീർപ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നൊമ്പരം എന്ന് പറയുന്നത്. അന്ന് അകലെയിരിക്കുന്ന ആളുകളെ ഫോൺ വിളിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എപ്പോഴും സ്വന്തം അടുത്ത് നിൽക്കുന്ന അപ്പനും അമ്മയെ വെള്ളം എടുത്തു തരാൻ പറഞ്ഞാൽ അതിനവൻ കേൾക്കുക പോലുമില്ല. പക്ഷെ മാറ്റിക്കൊണ്ടിരിക്കുക ഇവിടെ ജോലി ഇരിക്കുന്ന അവന്റെ സുഹൃത്തുമായിട്ടാണ് സംഭവിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മളുടെ ആ അകലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ BSFന്റെ ദിനാചരണം ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നതിന് വേണ്ടി പരസ്പരം മനസ്സിലാക്കുന്ന അംഗീകരിക്കുക ആദരിക്കാൻ വേണ്ടി ഇടവരട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവാനുഗ്രഹം. താങ്ക് യു. ഓൺലൈൻ രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. സ്പോട്ടിൽ ചെയ്യുന്ന രജിസ്ട്രേഷൻ മാത്രമേ മാനുവലായിട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ പേരാവൂർ ചെയ്യുന്നത് എല്ലാം മാനുവൽ രജിസ്ട്രേഷനാണ്. ഏകദേശം 90% മാനുവൽ രജിസ്ട്രേഷനാണ്. ഫോം ഫില്ല് ചെയ്ത് അതിവിടെ ഡേറ്റ എൻട്രി ചെയ്ത് ആണ് അത് വീണ്ടും ഞങ്ങൾ സിസ്റ്റത്തിലേക്ക് അയക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് 1-2 വർഷത്തിനുള്ളിൽ ഒരു ഫിസിക്കൽ ഫോമും ഇല്ലാതെ എല്ലാവരും ഓൺലൈനിൽ, കാരണം നമ്മൾ ഇന്നെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, എല്ലാം ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ ഈ സംഘാടകർക്ക് ഏകദേശം 50% ജോലി ഭാരം കുറഞ്ഞു കിട്ടും നിങ്ങളെല്ലാവരും ഓൺലൈൻ ചെയ്യുവാണെങ്കിൽ. അതിലേക്ക് നമ്മൾ വരണം, അത്രയും നമ്മൾ വളരണം വരും കാലങ്ങളിൽ. അപ്പോൾ ഷാജി അച്ഛന് പ്രത്യേകം നന്ദി പറയുകയാണ്. അടുത്തതായിട്ടിവിടെ നമ്മുടെ PSFന്റെ സ്ഥാപക പ്രസിഡന്റ് PSFന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ സൂചിപ്പിച്ചിരുന്നു തുടക്കത്തിൽ 2022 പേരാവൂർ മാരത്തൺ കോവിഡിന് ശേഷം 2020-21 നടന്നില്ല. അപ്പോൾ പേരാവൂർ മാരത്തൺ നിന്ന് പോകും എന്നൊരു അവസ്ഥ വന്നു. ചേംബർ ഓഫ് പേരാവൂർ അല്ലെങ്കിൽ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്നറിയപ്പെടുന്ന UMC നേതൃത്വമെടുത്ത് നടത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻലി സാറും വേറെ 9 പേരും കൂടി ഇരുന്നു ചിന്തിച്ചു, ഇത് നിർത്താൻ പറ്റില്ല, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന തീവ്രമായ ആഗ്രഹത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് PSFന്റെ സ്ഥാപക പ്രസിഡന്റ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു 2022 മെഡല് രാത്രി 12:30 മെഡല് വരുന്ന പിറ്റേ ദിവസത്തെ മാരത്തൺ വേണ്ടിയിട്ട് ഞാനപ്പോൾ അവിടെ ഇരുന്നിട്ട്, കാരണം ഞാനായിരുന്നു മെഡല് ഓർഡർ ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ചങ്കെടുപ്പ് കൂടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഓർഡറച്ച്. കാരണം നമ്മുടെ മാരത്തൺ ഓർഗനൈസേഷൻ അറിയാം, അവസാന ദിവസം നമ്മൾ മാരത്തൺ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉറക്കമില്ലാതെ. അപ്പൊ സ്റ്റാലിൻ സാർ വളരെ കൂളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിന് പകരം കാണാം എന്ന് ആശ്വസിപ്പിച്ച വാക്കുകൾ ഞാൻ ഓർക്കുന്നത്. വളരെ ശാന്തനും വളരെ പക്വതയോടും കൂടി കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ സ്ഥാപക പ്രസിഡന്റിൽ നിന്ന് നമുക്ക് PSFനെ കുറിച്ച് 2 വാക്കുകൾ കേൾക്കാം. സ്റ്റാൻലി സർ പ്ലീസ്. ഷാജി അച്ഛനൊക്കെ പ്രസംഗിച്ചിട്ട് പുറകെ സംസാരിക്കുന്ന കുറച്ച് കാര്യമാണ്. പൊതുവെ നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞുപോലെ BSFന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മാരത്തോൺ അല്ല, സ്പോർട്സ് പ്രൊമോഷൻ ആണ്. അത് എല്ലാവരുടെ സ്പോർട്സുകളെയും പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ 1-2 കാര്യങ്ങൾ പൊതുവെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുമ്പോൾ അതിൻ്റെ വിഷൻ അല്ലെങ്കിൽ ഒരു ദാർശനികമായ അടിത്തറ നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. എങ്കിലത് ദീർഘകാലം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അതിൻ്റെ വിഷൻ സെറ്റിട്ടുണ്ടായി. അതിൻ്റെ ഒരു ദർശനം എന്താണ്, ഇതിനെന്താണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു പ്രധാന വിഷയം. എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ മത്സരങ്ങൾ നടത്തും, കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഒന്നും ഞാനും അതിലുണ്ടായിരുന്ന ആളാണ്. ജേതാക്കളുണ്ട്, പക്ഷേ ഈ ലോകം പരാജയപ്പെടുന്നവർ കൂടെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. The world belongs not only to the victor, it's also to the vanquished. ആ ഒരു ദർശനം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു സ്പോർട്സിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ വിജയിക്കുന്ന അല്ലെങ്കിൽ അത്ര തന്നെ നമുക്ക് പരാജയപ്പെടുകയും ചെയ്യും. അത് കുട്ടിസിനൊക്കെ എപ്പോഴും പറയാറുള്ളത്, പരാജയപ്പെടാൻ
പറ്റാത്തതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെന്ന്. അതാണ് മെന്റൽ ഡിപ്രഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. സയന്റിസ്റ്റുകൾ പറയുന്നത് 2050 ലോക ജനതയുടെ 30% ആളുകൾ മെന്റൽ ഡിപ്രഷനിലായിരിക്കും എന്നാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് ചുറ്റുപാടും കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പുതിയ തലമുറ വരുന്നവർക്ക് പ്രകൃതിയായിട്ട് കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ സമൂഹമായിട്ട് ബന്ധമില്ല എന്നൊക്കെ നമ്മൾ പഴയ ആൾക്കാർ പറയുമ്പോഴും ഞാനെപ്പോഴും പറയാറുള്ളത് ഈ ഇത്തരം സാമൂഹികമായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം പുതിയ തലമുറയുടെ അല്ല, പഴയ തലമുറയുടെ പരാജയമാണെന്നേ പറയുള്ളൂ. കാര്യം ഈ പുതിയ യങ് ഡൈനാമിക് എനർജറ്റിക് ആയിട്ടുള്ള യൂത്തിന് നമുക്കൊരു വിഷൻ സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഡയറക്ഷൻലെസ് ആയിട്ട് ആളുകൾ പരസ്പരത്തേക്ക് ചിതറിപ്പോകുന്നത്. അതിപ്പം മതങ്ങളും രാഷ്ട്രീയങ്ങളൊക്കെ പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യം നമുക്കൊരു ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ നമ്മൾ രൂപീകരിക്കുമ്പോൾ ഞാൻ ഡെല്ലി നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേര് കൂടി പിന്നെ അത് വിപുലീകരിക്കുന്ന കാര്യം ആലോചിച്ചു. അപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കും. എല്ലാ വിഭാഗം ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റിയെങ്കിൽ അതിനൊരു പർപ്പസുള്ള ഒരു മീനിങ് ഉള്ളൂ. ഈ വരും കാലങ്ങളിൽ കൂടുതൽ വനിതകളും കുട്ടികളും ചെറുപ്പക്കാരും ഇതിലേക്ക് കടന്നു വരണം. അതിനുള്ള ഒരു പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ ഈ മെന്റലി ചലഞ്ചിനായിട്ടുള്ള ആളുകളുണ്ടാവും, ഫിസിക്കലി ചലഞ്ചിനായിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വേറെ ആളുകളുണ്ടാവും. അവർ ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. ഈ ഒരു സോഷ്യൽ ഇൻക്ലൂഷൻ ഇല്ലാതെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വലിയ അർത്ഥമില്ല. അത് നമ്മുടെ ഒരു വിഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് വി ഷുഡ് ബി ഇൻക്ലൂസീവ്. അപ്പം ഈ PSF എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ മാരത്തൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പബ്ലിക് സ്പേസ് ആണ്. എല്ലാവർക്കും വരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫോറമാണ്. അപ്പോൾ അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. ഈ ഒരു കാര്യം കെട്ടുപോകാതെ നോക്കുക എന്നുള്ളത് എല്ലാ PSF മെമ്പർമാരുടെയും എൻ്റെ ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഇത് കെട്ടുപോകരുത്. ഇത് കെട്ടുപോയി കഴിഞ്ഞാൽ ഈ വളക്ക് കെട്ടുപോകും. ഈ വരാവരെ നമ്മളൊരു വളക്ക് നോക്കി എത്തിച്ചിരിക്കുകയാണ്. ഇത് കെട്ടുപോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രവർത്തിക്കുന്നവരുടെയും ഈ പൊതുസമൂഹത്തിൻ്റെയും ഉത്തരവാദിത്തം. വേറെ ഒരു കാര്യം, ഇതിൽ സന്ദർഭവശമായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പം ഞാനൊരു സാമൂഹിക പരിസ്ഥിതി ചരിത്ര നിരീക്ഷകനാണ്. അപ്പം ഈ 80-ലാണ് ഇവിടുന്ന് വിട്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 45 കൊല്ലമായി. 10ാം ക്ലാസ് കഴിഞ്ഞത് 1980-ലാണ്. അത് കഴിഞ്ഞ് പല മേഖലയിൽ പ്രവർത്തിച്ചു, പല കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ നിരീക്ഷിക്കുന്ന മാറ്റങ്ങൾ, എൻ്റെ നാട്ടിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഒന്നിൻ്റെ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, പരിസ്ഥിതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ കാർഷിക മേഖല ഏതാണ്ട് തകർന്നെന്ന് പറയാം. മണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പുഴയിൽ വേനൽക്കാലത്ത് വെള്ളമുണ്ടായിരുന്നു, അതിൽ ഇഷ്ടംപോലെ മത്സ്യം ഉണ്ടായിരുന്നു. അത് ആ ഒരു ഇക്കോസിസ്റ്റം ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം അതിന് കാരണങ്ങളുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ ഒഴിഞ്ഞു പോക്കാണ്ട് ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ ശക്തമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഏജിങ് സൊസൈറ്റിയാണ് പേരാവൂർ പറയുന്നത്. അപ്പോൾ യൂത്തിൻ്റെ മൈഗ്രേഷൻ ഇതിനെ അത് ഈ സിവിലൈസേഷൻ മനുഷ്യൻ്റെ ഈ മൈഗ്രേഷൻ തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയത് നമ്മൾ നോർത്തേൺ ആഫ്രിക്കയിൽ നിന്നാണ് ഏകദേശം 2-3 ലക്ഷം വർഷം മുമ്പാണ് ഈ ഹ്യൂമൻ റേസ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ പോയ സ്ഥലങ്ങളിലൊക്കെ സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അത് തകർന്നു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു മൈഗ്രേഷൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഈ ചരിത്രകാരൻ്റെ ഒരു ഫിലോസഫർ ഉണ്ട്, ആർണോൾഡ് ടോയിൻബി. നിങ്ങൾ പണ്ടത്തെ അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം, റൈസ് ആൻഡ് ഫോൾ ഓഫ് സിവിലൈസേഷൻ, ഈ നാഗരികത ഉണ്ടാകുന്നതും അത് പരാജയപ്പെട്ടു പോകുന്നതും അത് ഈ ക്രൈസിസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ്, നമ്മുടെ ഒരു റെസ്പോൺസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ മധ്യ തിരുവിതാംകൂറിലൊരു ക്ഷാമം ഉണ്ടായപ്പോൾ ഒരു ക്രൈസിസ് വന്നപ്പോൾ ഉണ്ടായ ഒരു റെസ്പോൺസാണ് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് മലബാറിൽ പോകുന്നത്. ഇതെല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറേബ്യയിലുള്ള ഒരു ഡിപ്രഷനിൽ അല്ലെങ്കിൽ വാറിൻ്റെ കോൺഫ്ലിക്റ്റിൻ്റെ പരിണതഫലമായിട്ട് ഈ അറേബ്യയിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യ വന്നിട്ടുണ്ട്. ഞാൻ പറയില്ല, ആഫ്രിക്കയിൽ നിന്ന് ആണ് എല്ലാവരും പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഒരു കാലമാണ്. റിവേഴ്സ് മൈഗ്രേഷൻ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഒരു കൊഴിഞ്ഞു പോക്കുണ്ട്, ഇവിടെ ഒരു എംപ്റ്റിനെസ് ഉണ്ട്. ഇതിനെ എങ്ങനെ നമ്മൾ പ്ലഗ് ചെയ്യും, എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്.
പരിസ്ഥിതിയിലുള്ള ഒരു മാറ്റം എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? ഇപ്പം കാലാവസ്ഥാ മാറ്റം വലിയൊരു ക്രൈസിസാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഗ്ലോബൽ ക്രൈസിസ്. അപ്പോൾ അതിൽ ഡെസർട്ടിഫിക്കേഷൻ വേൾഡ് ഓവർ നടക്കുന്നുണ്ട്. നമ്മളവിടെയുള്ള പ്രശ്നങ്ങൾ വേറെയാണ്. നമ്മൾ ഈ ഉരുളപൊട്ടലും മണ്ണിടിച്ചിലേക്ക് കൂടുതൽ കാണുന്ന എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണം. അത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനെ നമ്മൾ ആലോചിക്കണം. നമ്മൾ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് PSF പോലുള്ള ഒരു പ്രസ്ഥാനം നമ്മൾ ഈ ഒരു സ്പോർട്സ് മാത്രമല്ല, ഈ ഒരു പ്രദേശത്തിൻ്റെ കാതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടണമെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശവും ആഗ്രഹമുള്ളത്. 3 കാര്യങ്ങളാണ് ഒരു ദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ താങ്ങി നിർത്തുന്ന തൂണുകൾ അല്ലെങ്കിൽ വെർട്ടിക്കൽസ് എന്ന് പറയുന്നത്. ഒന്ന് അതിൻ്റെ പരിസ്ഥിതിയാണ്. നമുക്കുള്ള ശുദ്ധമായ വായു, വെള്ളം, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന മണ്ണ്, ആരോഗ്യമുള്ള മണ്ണ്, ഇതാണ് ഒരു എൻവയോൺമെൻറ്റ്, ഒരു ഇക്കോസിസ്റ്റം. ആ ഇക്കോസിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെർട്ടിക്കലാണ്. അത് പോയി കഴിഞ്ഞാൽ സിവിലൈസേഷൻ തകർന്നു. ഈ ലോകത്ത് പല നാഗരികതകളും ഈ ഇൻഡസ് വാലി തൊട്ട് യൂഫ്രട്ടീസ് ടാഗ്രീസ് എല്ലാ സിവിലൈസേഷനും തകർന്നതിൻ്റെ പ്രധാന ഒരു കാരണം അതിൻ്റെ എൻവയോൺമെൻറ്റിൽ വന്ന ഡാമേജാണ്. അതിപ്പോൾ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ നാട് നിലനിൽക്കണമെങ്കിൽ ഇതിൻ്റെ എൻവയോൺമെൻറ്റിനെ നമ്മൾ കാത്തുരക്ഷിക്കണം. രണ്ടാമത്തെ ഒരു വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഇതിലെ ആളുകളാണ്. ആളുകളുടെ ഒരു സംസ്കാരം, അതിലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം, പരസ്പരമുള്ള സഹകരണം, നോൺ വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ സ്പോർട്സുകളിലൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഒരു ഈ ഹ്യൂമൻ ക്യാപിറ്റൽ, ഇതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു ഊർജം അല്ലെങ്കിൽ കർമ്മശേഷി എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതാണ് ഈ എല്ലാവരുടെയും സാംസ്കാരിക പ്രവർത്തനം, കലയാണെങ്കിലും കായികമാണെങ്കിലും ഈ ഒരു വെർട്ടിക്കലിനെ ജനങ്ങളുടെ മാനസികവും ശാരീരികവും ആരോഗ്യം, അതിൻ്റെ ഭൗതികമായിട്ടുള്ള ആരോഗ്യം ഇതെങ്ങനെയാണ് ഇവിടെ നിലനിർത്തുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, പൊതുവെ ഈ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും വിട്ടുപോകുന്ന ഒരു കാര്യം ഇതിൻ്റെ എക്കോണമിയാണ്, ഇതിൻ്റെ സമ്പദ്ഘടന. ഈ മൂന്നാമത്തെ തൂണ് പോയി കഴിഞ്ഞാൽ ഈ സൊസൈറ്റി കൊളാപ്സ് ചെയ്യും. നമ്മളിപ്പോൾ അടുത്തിടെ ശ്രീലങ്കയിലും നേപ്പാളിലൊക്കെ കണ്ടത് ഈ അവിടുത്തെ ഒരു എക്കോണമി കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊഴിലില്ലായ്മ കാരണം അനിശ്ചിതാവസ്ഥയും വയലൻ്റ് ആയിട്ടുള്ള യൂത്ത് റിയാക്ഷൻ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം ഇപ്പോൾ ജോബ് ക്രിയേറ്റ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഒരു മൂന്നാമത്തെ തൂണ. ഇത് എക്കോണമി പോയി കഴിഞ്ഞാൽ പ്രദേശം നശിച്ചു, ആ ഒരു രാജ്യം നശിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എക്കണോമിക് കൊളാപ്സ് കാരണമാണ് നമ്മൾ മൈഗ്രേഷൻ നടക്കുന്നത്. നമ്മുടെ യൂറോപ്പിലോട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ മൈഗ്രേഷൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ എക്കോണമിയിലുള്ളൊരു കൊളാപ്സാണ്. അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അതാണ് ഈ ആത്മോത്സവത്തിൽ ഞാൻ രണ്ടാമത് കോട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു തകർച്ച, ഒരു സിവിലൈസേഷൻ നമ്മുടെ പ്രദേശം ഈ കാർഷിക മേഖല, ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സ്, നാണ്യങ്ങളുടെ ഒരു വളർച്ച കാരണം നമ്മൾ അല്ലെങ്കിൽ ഗൾഫിലോട്ട് മറ്റു രാജ്യങ്ങളുടെ ഒരു മൈഗ്രേഷൻ കാരണം നമ്മളൊരു സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു തകർച്ച തടയണമെങ്കിൽ ഒരു ചെറിയ ശതമാനം ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ്സ് ഇവിടെ വേണം. അതായത് ഈ സർഗാത്മകമായി ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ചെറിയ പെർസെൻറ്റേജ്, അതിപ്പം നാട്ടിലുള്ളവരായിരിക്കും, നാട്ടിൽ നിന്ന് പോയവരായിരിക്കും, അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കൊളാപ്സിനെ തടയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 20-30 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഒരു ഈ സാമൂഹിക വ്യവസ്ഥ വളരെ കണ്ടുവാനം ഡാമേജ്ഡ് ആയിരിക്കുന്നത്. അപ്പം ഈ ഞാനത് PSF ഡയറക്റ്റായിട്ട് ബന്ധമല്ല, പക്ഷെ ഒരു സന്ദർഭം കിട്ടിയതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മളൊരു ഫാമിലി പോലെയാണ് ഈ PSF മെമ്പേഴ്സിലുള്ളതായിരിക്കും. അത് പൊതുപ്രവർത്തകരായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഈ തൂണുകളെ കൊളാപ്സ് ചെയ്യാനായിട്ട് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ജിമ്മി ജോർജാണ് നമ്മുടെ നാട്ടിലെ ഒരു സ്പോർട്സ് ഐക്കൺ. അദ്ദേഹത്തെ എങ്ങനെയാണ് മറ്റുള്ളവർ കണ്ടിരുന്നത്? അപ്പം ഇറ്റലിയിലേക്ക് അദ്ദേഹം കളിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ പറ്റി അവർ പറഞ്ഞിരുന്ന 1-2 വാചകങ്ങൾ ഞാനിവിടെ കോട്ട് ചെയ്യാണ്. അപ്പം നമ്മുടെ സ്പോർട്സ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്താണെന്നുള്ള കാര്യം മറന്നുപോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് കോട്ട് ചെയ്യുന്നത്. ഈ വിജയം തലയ്ക്ക് പിടിക്കാത്തതും അല്ലെങ്കിൽ പരാജയം മനസ്സ് കൊടുക്കാത്തതുമായ മാനസികാവസ്ഥ. The victory never went to his head, the failure never went to his heart. അതാണ് സ്പോർട്സ് സ്പിരിറ്റ് പറയുന്നത്. അപ്പോൾ വിജയവും പരാജയവും ഒരേപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഒരു സ്പോർട്സ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ പറ്റി ഇറ്റലിയിലുള്ള സഹകളിക്കാരും അവരുടെ ക്ലബിലെ ആളുകളൊക്കെ നിരീക്ഷിച്ചിരുന്നത്, ഹിസ് വിക്ടറി നെവർ ഹ്യൂമിലിയേറ്റഡ് ദ ഓപ്പണൻസ്. അതായത് നമ്മുടെ വിജയം നമ്മുടെ കൂടെ മത്സരിക്കുന്നവരെ നിരാശപ്പെടുത്തരുത്, അവരെയും കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്പിരിറ്റിലാണ്. അവരെ കൊന്നു കൊലവിളിക്കുന്ന രീതിയിലല്ല നമ്മൾ കളിക്കുന്നത്. നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിക്ടറി ഈസ് നോട്ട് ഹ്യൂമിലിയേറ്റഡ് ഓപ്പണൻസ്. അത് ജീവിതത്തിൻ്റെ പാതകളാണ്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ആർട്സിലായിരിക്കും അല്ലെങ്കിൽ
ബിസിനസ്സിലായിരിക്കും അല്ലെങ്കിൽ പൊളിറ്റിക്സിലായിരിക്കും നമ്മൾ വിക്ടോറിയസ് ആവും, പക്ഷേ വി ഷുഡ് നോട്ട് ഹ്യൂമിലിയേറ്റ് ദ ഒപ്പണൻസ്. അതാണ് ജിമ്മി ജോർജിനെ പോലുള്ള ഒരു വ്യക്തിത്വം ഈ നാടിൻ്റെ ഒരു സംഭാവനയാണ്. ഇപ്പം നമ്മൾ വേറെ കാര്യം കൂടെ ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു വേണം. ഇപ്പം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പോപ്പുലസ് കൺട്രിയാണ്. 146 കോടി ജനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ യൂത്തുള്ള രാജ്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി ഒരുമിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എൻ്റെ ഒരു നിരീക്ഷണം, ഇതിൽ വലിയൊരു ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടുത്തെ ദാർശനിക ചിന്തകരുടെ ഉഴുതുപറിച്ചിട്ടൊരു മണ്ണാണ്. അതിൻ്റെ ബുദ്ധം തൊട്ട് വ്യാസൻ തൊട്ട് കബീർ തൊട്ട് ഗാന്ധി തൊട്ട് ഒത്തിരി ആളുകൾ ഇതിന് ഉഴുതുപറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നോൺ വയലൻസ് ഒരു എന്താ പറയുക ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു കൾച്ചറാണ്. അപ്പം ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മളൊരു അന്തസ്സത്തെയാണ്. ഈ സംസ്കാരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അടിസ്ഥാന ശരിയാണെന്ന് ഞാൻ പറയാം. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ നാട്ടിലേക്ക് നിരീക്ഷിച്ചിരിക്കുന്ന ശബരിമലയാണെങ്കിലും കൊട്ടിയൂരാണെങ്കിലും അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്നാണ്. ഒരു ഫിലോസഫിക്കൽ വേർഡാണ്. നീ അന്വേഷിക്കുന്നത് എന്നിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. യു ആർ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. അപ്പം ഇത്തരം ഈ സാംസ്കാരികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ദർശനങ്ങളാണ് ഒരു പ്രദേശത്തിനെ രൂപപ്പെടുത്തുന്നത്. ഞാനത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ഇപ്പം PSFന് മുന്നോട്ടുള്ള യാത്ര നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകരുത്. ഈ റൂമി എന്ന് പറയുന്നത് ജലാലുദ്ദീൻ റൂമി ഒരു സൂഫി മിസ്റ്റിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കോട്ട് ചെയ്ത് നിർത്തുകയാണ്, യു സ്റ്റാർട്ട് വാക്കിംഗ് ദ പാത്ത് ഓപ്പൺസ്. നമ്മൾ നടന്നാൽ മതി, വഴി തുറന്നു വരും. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന ഈ ഒരു വേദി എന്ന സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പേര് വിളിക്കുമ്പോൾ അവര് മുമ്പോട്ട് വരിക. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ബഹുമാനപ്പെട്ട ഷാജി അച്ഛനും അവർക്ക് പിന്നെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പേര് വിളിക്കുന്ന അനുസരിച്ച് സിജു ജോണി, ഔട്ട്സ്റ്റാൻഡിംഗ് SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ, കണ്ണൂർ ഡിസ്ട്രിക്ട്. സിജു ജോണി നല്ലൊരു കൈകൊണ്ട് കൊടുത്തു. SPC ഡ്രിൽ ഇൻസ്ട്രക്ടറായി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിൽ കണ്ണൂർ ജില്ലയിൽ കിട്ടിയ അവാർഡാണ്. അതിന് PSF നൽകുന്ന ഒരു ആദരവാണ്. സെബാസ്റ്റ്യൻ KJ 20 വർഷമായി ഫ്രീ ആയി വോളിബോൾ ട്രെയിനിങ് നമ്മൾ കണ്ടു കാണും. സെബാസ്റ്റ്യൻ സാറിനെ ഇവിടെ ഗ്രൗണ്ടിൽ കാണുന്ന ദിവസം ഉണ്ടാവില്ല. വോളിബോൾ കുട്ടികൾ ഒത്തിരി ഇരിപ്പുണ്ട്. 20 വർഷമായി ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ആദരവായിട്ടാണ്. ബെന്നി കാക്കുഴി, ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ആസ് വോളിബോൾ കോച്ച്. നമുക്ക് വെളിച്ചേട്ടനെ ഇവിടെ മിക്കവാറും ദിവസം ഗ്രൗണ്ടിൽ കാണാം. കയ്യിലൊരു വണ്ടിയൊക്കെ ആയിട്ട് ഇതുവരെ കാണാം. തീർച്ചയായിട്ടും അതിന്റെ കോൺട്രിബ്യൂഷൻ വളരെ നല്ല കൈകൊണ്ട് കൊടുക്കും. പോൾ അഗസ്റ്റിൻ, ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ആസ് വോളിബോൾ കോച്ച്. ഞാൻ ഇന്നലെ പോളേറ്റുമായിട്ട് അവിടെ സംസാരിക്കുകയായിരുന്നു. രാവിലെ മുതൽ വെയിലത്ത്. അപ്പൊ കുട്ടികളോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ വെയിലത്തിറക്കാൻ കറുത്തു പോകും, പക്ഷേ നിങ്ങൾക്ക് പ്ലെയർ ആണെങ്കിൽ ചില കറക്കമൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ബിനു ജോർജ് വോളിബോൾ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് വന്നിട്ടില്ല. അവിടെ വെച്ചാൽ സെബാസ്റ്റ്യൻ UV സ്റ്റേറ്റ് ലെവൽ ചെസ് ആർബിറ്റർ സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരള അവാർഡ് ജേതാവാണ് സെബാസ്റ്റ്യൻ UV. Congratulations. Pradeepan Muthalat, outstanding service badge of honor. മുണ്ടക്കായ് ചൂരൽമല ദുരന്തത്തിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. അദ്ദേഹം അന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായിട്ട് പേരാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ
സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസം മുമ്പ് റിട്ടയറായി. പ്രദീപൻ പുത്തൻ, Ramesh K. Outstanding contribution swimming training given to hundreds of children. നിങ്ങളെ ന്യൂസിൽ കണ്ടു കാണാം. ഐവിഷൻ കവർ ചെയ്തിരുന്നത് അനേകം കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്ക് നീന്തലിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ടും നീന്തൽ പഠിപ്പിക്കുന്ന മാതൃകപ്പെടുത്തലും അതുപോലെ തന്നെ ഇതുപോലെ സെയിം ഔട്ട് സ്കൂള് സ്വിമ്മിംഗ് പൂളിലുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഫൈനലി തങ്കച്ചൻ കോക്കായിട്ട് നമ്മൾ ബാനറുടെ കണ്ടു കഴിഞ്ഞു. ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ആസ് കോച്ച് ഓഫ് ലങ്കാളി. ഏകദേശം 9 കുട്ടികൾ നേപ്പാളിൽ പോയി ഇന്റർനാഷണൽ ഗോൾഡ് മെഡൽ ജേതാക്കളായ ഇതായിരുന്നു. അപ്പം തങ്കച്ചന് ഒരു ലങ്കാളി അതുപോലെ ഹാൻഡ്ബോൾ കോച്ചാണ്, എല്ലാവർക്കും സുപരിചിതനാണ്. അപ്പോൾ ഈ അവാർഡുകൾ നേടിയ എല്ലാവർക്കും PSFന്റെ അനുമോദനങ്ങൾ നേരുകയാണ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. പേരാവിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് പരമായും അല്ലാതെയും ഒത്തിരി സംഘടനകളോടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, പേരാവൂരിന്റെ പേര് ലോകം മുഴുവൻ പ്രസക്തമാക്കിയ ജിമ്മി ജോർജിന്റെ നാടാണ് ഈ തൊണ്ടി എന്ന് പറയുന്ന പ്രദേശം. കഴിഞ്ഞ 6-7 വർഷങ്ങളായി പേരാവൂർ മാരത്തോൺ PSF സംഘടിപ്പിച്ചപ്പോൾ മുതൽ വീണ്ടും എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന സ്ഥലമായി പേരാവൂർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും മെച്ചപ്പെട്ട രീതിയിലുള്ള ആളുകളെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് മുന്നേറുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പേരാവൂർ മാരത്തോൺ PSF സംഘടിപ്പിച്ചത്. ഈ സംഘടിപ്പിക്കാൻ കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ഈ പ്രദേശത്തിന്റെ സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇവരെക്കുറിച്ച് അഭിമാനം തോന്നുന്നത്. നമുക്കറിയാം, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നത്. ആ രീതിയിൽ നമ്മൾക്ക് ദൃശ്യമായി കാണുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് PSFന്റെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറെ അഭിനന്ദനം അവരെ ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ നമ്മുടെ പ്രദേശത്തിന്, നമ്മുടെ ജനങ്ങൾക്ക്, സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ സംഘടനകളും കാഴ്ചവെക്കേണ്ടതെങ്കിലും ഇവരിത് നടത്തുന്നതിന് പ്രത്യേകം ഇവരെ അഭിനന്ദിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ PSF കുടുംബാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. എൻ്റെ മുമ്പിലിരിക്കുന്ന പലരെയും ഞാൻ കാണുമ്പോൾ അവർ ജോലി ചെയ്ത മേഖലകളിലൊക്കെ വളരെയധികം മെച്ചപ്പെട്ട സേവനങ്ങൾ ചെയ്ത ആളുകൾ തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്ന മെമ്പർമാരെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ കഴിവുകൾ ഇനിയും ഈ സംഘടനയ്ക്കും നമ്മുടെ പ്രദേശത്തിനും കൂടുതൽ കരുത്തേകും എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ വസ്തുത. ആ രീതിയിൽ നല്ല രീതിയിൽ ഈ പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് PSF നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. ഇന്ന് അവരുടെ ഒരു കുടുംബ സംഘം കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ 26/5 മാരത്തോണിന്റെ രജിസ്ട്രേഷനോട് നടത്തി. എല്ലാം വളരെ ഭംഗിയായി നടക്കട്ടെ. എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആശംസ അർപ്പിക്കുക. ഇംഗ്ലീഷ് അതുപോലെ ഇന്നത്തെ ഈ അനുമോദനം ഏറ്റുവാങ്ങിയ കായിക താരങ്ങൾ, മെമ്പർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ മാധ്യമപ്രവർത്തകർ, സ്നേഹിതന്മാർ, നാട്ടുകാരെ ഒക്കെയുള്ളത്. ഇവിടെ ഇപ്പം വെബ്സൈറ്റ് ഉദ്ഘാടനവും അതുപോലെ തന്നെ പരിപാടി ഉദ്ഘാടനവും എല്ലാം നടന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനും ഉപരിയായിട്ട് ആളുകളെത്തി നമ്മുടെ വാർഡുകൾ വൻ വിജയമാക്കി തീർത്ത് നമുക്ക് അറിയാം. ഇപ്പോഴേ ഈ വർഷം മുതൽ നമ്മൾ പുതിയ ചാനലുകാരൊക്കെ ഉണ്ട്.
ഇവരുടെ പ്രവർത്തനവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകങ്ങളുടെ നിറകിൽ നമ്മളെ ഈ ആളുകൾ അറിയിച്ചുകൊണ്ട് ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മുതൽ രജിസ്ട്രേഷൻ്റെ കാലക്രമ നടപടികൾ പ്രവർത്തനത്തിൽ നടത്തി ഈ പരിപാടി വൻ വിജയമാക്കണം എന്ന് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സാധ്യമാകും. 7500-ഉം 10,000-ഉം നമ്മുടെ വീട്ടിലൊരു കടമയല്ല. എല്ലാവരെയും സംബന്ധിച്ച് സ്പോർട്സിൻ്റെ ഒരു ഹബ്ബാണ്. ഈ മണ്ണിൽ വന്ന് കായിക താരങ്ങളെല്ലാം ലോകത്തിന് നിറകിലെത്തിയ ചരിത്രം നമുക്കറിയാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ തന്നെ മിക്കവാറും ദിവസം ഗ്രൗണ്ടിൽ വരാറുണ്ട്. വൈകുന്നേരം മുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു 11 മണിക്കും ഒരു 3 മണിക്കും രാത്രി 3 മണിക്ക് ഇടയ്ക്കുള്ള സമയം മാത്രമേ ഗ്രൗണ്ടിൽ ആളുകളുള്ളൂ. ബാക്കി 3 മണി മുതൽ രാവിലെ ഒരു 7 മണി ആകുമ്പോഴേക്കും ഒരു ബാച്ച് പോയി കഴിഞ്ഞാൽ ഉച്ചസ്ഥാന ടീം അടുത്തെത്തി. ഗ്രൗണ്ട് എപ്പോൾ ഫുള്ളാണ്. ഉച്ചസ്ഥാന ടീം പോയി കഴിയുമ്പോഴേക്കും ഫുട്ബോൾ ടീം എത്തി, ആർച്ചറി ടീം എത്തി. അങ്ങനെ ഏഴാമത് സെൻറ് ജോസഫ് ഹൈസ്കൂളിൻ്റെയും നമ്മുടെ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെ ഫുൾ ടൈം ആളുകൾ നിറഞ്ഞിലെത്തുന്ന സവിശേഷതയുണ്ട്. അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മുടെ പൗരൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതും നമ്മുടെ ഈ മാളുകളുടെ മിച്ചം വന്നാൽ പൈസ മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനിയുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെ മാത്രമല്ല, പൈസ അവിടെ കൊടുക്കാൻ തയ്യാറാണെന്ന് ഇപ്പോൾ ഇവിടെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മുടെ നിലവിലെ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അങ്ങേ വശത്ത് വെളിച്ചമില്ല. അത് വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. നമ്മളത് ഭരണസഭയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈമാസ്റ്റേറ്റിൻ്റെ അടുത്താണ് വന്നത്. നമുക്ക് ഇനി എംപിമാരുടെയോ അല്ലെങ്കിൽ എംഎൽഎയുടെയോ ഒരു കണ്ടും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നിവേദനം കൊടുത്തുകൊണ്ട് നമുക്കത് ഉടനെ തന്നെ അത് വയ്ക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും മുൻകൈയെടുക്കാൻ ഞാൻ മെമ്പർമാരും പ്രസിഡന്റൊക്കെ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നമ്മുടെ ഓരോരുത്തരുടെയും പരിപാടിയെ കണ്ടുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥത്തോടെ ഇറങ്ങി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് നന്ദിയാണ്. ട്രഷററായ കെ പി സുജീഷിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫ്രാൻസിസ് പൈ ജോർജ്, അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം ആശംസിച്ച സാർ, നമ്മുടെ ഇന്നത്തെ രജിസ്ട്രേഷൻ ഫോം സ്വീകരിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാൽ സാർ, വെബ്സൈറ്റ് പ്രകാശനം ചെയ്ത ഷാജി അച്ഛൻ, പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപേക്ഷിക്കാതിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, PSF പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനവും അത് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മുന്നേ സംസാരിച്ച മഹത് വ്യക്തിത്വങ്ങളുടെ ധ്വനിയിൽ തന്നെ. അപ്പോൾ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ഓരോ പടിയും ഏറെ വിലപ്പെട്ടതാണ്. കാരണം എല്ലാവരും ഇവിടെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു, ഏകദേശം 17 ലക്ഷം ലോൺ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ട്രഷററായതുകൊണ്ട് പറയുന്നതല്ല. അതുകൊണ്ട് ഏതൊരു സംഘടനയും നമ്മൾ വർക്ക് ചെയ്ത ആദ്യ പ്രോഫിറ്റ് ജനങ്ങളിലോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഇട്ടെറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഘടനയും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നുള്ള എല്ലാ പ്രോഫിറ്റും നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട്, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുന്ന വിധത്തിൽ ചെയ്യുന്നുള്ള ഒരു 3 വർഷത്തേക്കുള്ള പ്രോഫിറ്റ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു നിലവിൽ. ഇനി നമുക്ക് ഇത് നടത്തി കൊണ്ടുപോകണം എന്നുള്ള ദൃഢനിശ്ചയമുണ്ട്. എന്തായാലും നമുക്ക് ഓരോരുത്തരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഷാജി അച്ഛനെല്ലാം സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇത് 7500 10,000 കടക്കുന്ന ഉറപ്പാണ്. ഇനി വരും വർഷങ്ങളിൽ നമ്മൾ രജിസ്ട്രേഷൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. 10,000-ൽ കൂടുതൽ ഇവിടെ എടുക്കുന്നില്ല എന്ന് പറയേണ്ട അവസ്ഥ വരുന്ന യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ഗ്രാമപ്രദേശത്തെ റോഡുകളിലുള്ള ഒരു ഓടിൻ്റെ ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് നമുക്കിനി വരും വർഷങ്ങളിൽ
പരിധി വെക്കേണ്ടി വരുന്ന ഒരു 100% ഉറപ്പാണ്. അപ്പോഴേ നമ്മുടെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനവും അതിലെ മെമ്പർമാരുടെ കഴിവും എല്ലാവരെയും അറിഞ്ഞു. അതിലെ മെമ്പർമാർക്കാണ് നമ്മൾ ഇപ്പോൾ ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ച മെമ്പർമാർക്കാണ് നമ്മളിവിടെ മൊമെന്റം വിതരണം ചെയ്തത്. നമുക്ക് ഇന്ന് നമ്മുടെ പരിപാടികൾ കുറെ വൈകിയാണ് ആരംഭിച്ചത്. ഈ മൊമെന്റോ കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള എല്ലാ മെമ്പർമാർക്കും കൊടുക്കണം. അത്തരം കഴിവുകളുള്ള മെമ്പർമാരാണ് നമ്മുടെ ഈ 54 മെമ്പേഴ്സും. കാരണം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന കുട്ടിച്ച സാറുണ്ട്. ഏകദേശം 800ഓളം യൂണിഫോംഡ് ആൾക്കാരെ ജോലിയിൽ പ്രവേശിച്ച കുട്ടിച്ച സാറിന് നമ്മളെ കുടുംബത്തിൽ നിന്ന് മൊമെന്റോസ് കിട്ടിയില്ല. അതുപോലെ തന്നെ കളരിപ്പായിട്ട് ദേശീയ നേതൃത്വത്തിലും അങ്ങനെ പല മേഖലയിലും കഴിവ് തെളിയിച്ച ശ്രീജയമുരിക്കുള്ള വേദിയിലിരിക്കുന്നുണ്ട്. അതുപോലെ ലത്തീഫ് സാറിൻ്റെ ബാഡ്മിൻ്റൺ കാര്യങ്ങളുമായിട്ട് പല ആൾക്കാരും ഓരോ മേഖലകളിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കുടുംബത്തിലെ എല്ലാവരെയും ആ ദിവസം തന്നെ ഇവിടെ നഷ്ടമാവും. ഇവര് കുട്ടിച്ച സാറിൻ്റെയും ശ്രീജയമുരിക്കലെല്ലാം വീട്ടില് മൊമെന്റോ കൊണ്ടുപോയി വെക്കാൻ സ്ഥലമില്ല. അത്തരം ഒരു കാര്യവും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും കൊടുത്തിരുന്ന ഇന്നത്തെ സമയം എടുത്തിയില്ല. ഞാൻ അധികം കൂടുതലായി സംസാരിക്കുന്നില്ല. 8 മണിക്ക് ഫുഡിൻ്റെ അതിനകത്ത് കുറേ പരിപാടികൾ ഇവിടെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് 1053 മെമ്പർഷിപ്പ് നമുക്ക് 1053 രജിസ്ട്രേഷൻ ഇവിടെ ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇത് 10,000-ലേക്ക് അടുക്കുന്ന ഒരു സംശയവുമില്ല. ആദ്യമേ തന്നെ ഈ 1053 രജിസ്ട്രേഷൻ തന്ന ആൾക്കാർക്ക് ഞാൻ ആദ്യമേ നന്ദി PSFന്റെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷനിലേക്ക് അർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടത്തി 5 മണിക്ക് ആരംഭിക്കുന്നുള്ള ഈ ചടങ്ങ് 6 മണിയിലേക്ക് എത്തിച്ച് ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്താണ്, മാരത്തോൺ എന്താണ് എന്ന് നമുക്ക് വിശദമായി വിശകലനം ചെയ്യുന്ന ഡെന്നിസ് സാറിനെ ആദ്യമേ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. മധുരമായ ഭാഷയിൽ സ്വാഗതം ആശംസിച്ച് നമ്മുടെ പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ജനറൽ കുട്ടിച്ച സാർക്ക് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെയും എൻ്റെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. രജിസ്ട്രേഷൻ ഫോം സ്വീകരിച്ച നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ സാറിന് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വെബ്സൈറ്റ് പ്രകാശനം ചെയ്ത നമ്മുടെ ഏത് പരിപാടികളും നമ്മുടെ മുന്നിലിറങ്ങി നമുക്ക് കരുത്ത് അറിയിച്ചു തരുന്ന, നമുക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം തരുന്ന, അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാ പരിപാടികളും 100% വിജയത്തിലെത്തിക്കാൻ കഴിവുള്ള ഷാജിയച്ചനെ PSFന്റെ പേരും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും നന്ദി അർപ്പിക്കുകയാണ്. ആശംസ അർപ്പിച്ച് സംസാരിച്ച വാർഡ് മെമ്പർ രാജു ജോസഫ്, അദ്ദേഹത്തിനും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ബാബു KV വാർഡ് മെമ്പർ, അദ്ദേഹത്തിനും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാടിൽ മാരത്തോൺ പേരാവൂർ തുടങ്ങിയതിനു ശേഷം ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്ന് നമ്മുടെ നാടിനെ മാരത്തോണ് ഒരു അറിയപ്പെടുന്ന താരമായി വളർന്ന രഞ്ജിത്തും മാക്കുറ്റിക്ക് PSFന്റെ പേരിൽ പ്രത്യേകം ഒരു നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ നമുക്ക് വീഡിയോ പ്രകാശനം നല്ല രീതിയിൽ നിർവഹിക്കാൻ പറ്റി. അതിൻ്റെ എഫേർട്ട് എടുത്ത കൂട്ടത്തിൽ വർക്കിക്കും സിദ്ധാർത്ഥനും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ അതീതമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചാനൽ പാർട്ണർ ഹൈവിഷൻ അനൂപം ടീമുമാണ് ഇവിടെ എത്തി. ഇന്ന് തൊട്ട് നമ്മുടെ ചാനൽ പാർട്ണറാണ്. അവരുടെ ടീമിന് പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രസിഡന്റുമാർ, ക്ലബിനെ പ്രതിനിധീകരിച്ചെത്തിയ അതിൻ്റെ മെമ്പേഴ്സ് എല്ലാവർക്കും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വിവിധ സംഘടനകൾ, സ്കൂൾ പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർ, PT ടീച്ചേഴ്സ് എല്ലാവർക്കും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ്റെയും എൻ്റെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ സൗകര്യം ചെയ്തു തന്ന
റോബിൻസിന്റെ മാനേജിംഗ് പാർട്ണർ കൂട്ടായി നമ്മളെ മെമ്പറാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷന്റെ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ എത്തിയ ദൃശ്യ പത്ര മാധ്യമങ്ങൾ എല്ലാവർക്കും, ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾ, ചെറു കുട്ടികൾ, ഏറെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. താങ്ക് യു.